കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സകല മാനത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഈ IPC പ്രയർ സെൻ്ററിൻ്റെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന ഞാൻ വളരെ സ്നേഹിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ രാജു പോക്കാല അവറുകൾ, ഇന്ന് ഈ മീറ്റിങ്ങിൽ ലീഡ് ചെയ്യുന്ന കർത്തൃദാസൻ, ഈ സഭയിൽ സഹശുശ്രൂഷകന്മാരായി പ്രവർത്തിക്കുന്ന ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ദൈവദാസന്മാർ, സഹോദരി സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ഓൺലൈനിലൂടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ, അനവധി കർത്തൃദാസന്മാർ സദസ്സിൽ ഇരിക്കുന്നത് ഞാൻ കാണുന്നു. ഞാൻ നേരത്തെ ശുശ്രൂഷിച്ച പല സഭകളിലുള്ള, വിശേഷിച്ച് OPS സഭയിലെ പല പ്രിയപ്പെട്ടവർ ഈ സഭയുടെ അംഗങ്ങളായി ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. വിശേഷിച്ച് കഴിഞ്ഞ നാളുകളിൽ ഈ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ പട്ടണത്തിൽ ദൈവത്തെ സേവിപ്പാൻ, സ്നേഹിപ്പാൻ, അഭിമാനിക്കത്തക്ക നിലയിൽ ഈ ദൈവസഭയെ ദൈവം വളർത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുകയാണ്. പ്രത്യേക നിയോഗപ്രകാരമാണ് കർത്തൃദാസന്മാർ ഈ ഉപവാസ പ്രാർത്ഥന ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവസഭ ദൈവത്താൽ വർദ്ധിക്കപ്പെടണം, 1000 കുടുംബങ്ങൾ ഇവിടെ ഉണ്ടാകണം എന്നുള്ളതാണ് അതിലൊന്ന്. മറ്റൊന്ന്, ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന പാർലമെൻറ്റ് ഇലക്ഷനുണ്ട്. മതേതരത്വം കാത്തുസൂക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ് ഇവിടെ ഉണ്ടാകേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്, ആവശ്യമാണ്. അതിന്മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക എന്നുള്ളത് മറ്റൊരു ലക്ഷ്യമാണ്. മൂന്നാമത്തെ ലക്ഷ്യം വിശ്വാസികളുടെ യഥാസ്ഥാനമാണ്. ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുന്ന, വിശപ്പുള്ളവനെ നന്മകളാൽ നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ദൈവ വിഷയമായി നാം എല്ലാവരും സമ്പന്നരായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അർത്ഥാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാനിടയാകണം. ഞാൻ ഏത് വേദിയിൽ നിൽക്കുമ്പോഴും എപ്പോഴും നന്ദിയോടുകൂടെ സ്മരിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ 8 വയസ്സിൽ എൻ്റെ പിതാവ് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ഒരമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ് എന്നെ ഒരു സുവിശേഷ വേലക്കാരനായി ദൈവം തിരഞ്ഞെടുക്കുവാനിടയായത്. ഈ വേദിയിൽ ഞാൻ നിൽക്കുമ്പോൾ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ച ആ അമ്മയുടെ കണ്ണുനീരോർത്ത ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുകയാണ്. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് നൽകാൻ കഴിയുന്ന കാര്യങ്ങൾ അവർ പ്രാപിക്കുവാനായിട്ടിടയാകും. സ്തോത്രം. ഉപവസിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വലിയൊരു യുദ്ധത്തിനു വേണ്ടിയുള്ള ഒരുക്കമല്ല, അത് ആത്മീയ യുദ്ധം തന്നെയാണ്. പഴയ നിയമത്തിൽ ധാരാളം ഉപവാസത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ഉപവാസത്തിൻ്റെ ലക്ഷ്യം തങ്ങളെ തന്നെ താഴ്ത്തുക എന്നുള്ളതും തങ്ങൾക്കും തങ്ങളുടെ കുടുംബത്തിനും ശുഭയാത്ര ലഭിക്കുക എന്നുള്ളതുമായിരുന്നു. എസ്തേറിൻ്റെ ഉപവാസത്തെക്കുറിച്ച് നമ്മളിവിടെ വായിച്ചു. ആ ഉപവാസത്തിൻ്റെ ലക്ഷ്യമെന്താണ്? ദൈവജനത്തിന് വിരോധമായി നിർമ്മിച്ച ഹാമാൻ്റെ തന്ത്രങ്ങളുടെ മേൽ ജനത്തിനൊരു ജയം ആവശ്യമായിരുന്നു. യേശു കർത്താവ് ഈ ലോകത്തായിരുന്നപ്പോൾ 40 ദിവസങ്ങൾ ഉപവസിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒന്നിനാലും നീങ്ങിപ്പോകയില്ല. അങ്ങനെയാണ് എങ്കിൽ നീങ്ങാത്തത് നീങ്ങാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു മാർഗമാണ് ഉപവാസവും പ്രാർത്ഥനയും എന്ന് പറയുന്നത്. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നാം ഓർക്കേണ്ട വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമുണ്ട്. ഞാൻ പടിഞ്ഞാറൻ നാട്ടിലാണ് ജനിച്ചു വളർന്നത്. നിലം അടിച്ച് ഒരുക്കി അത് വിതയ്ക്കുന്നതിന് മുൻപേ ഒരുക്കുന്നത് പോലെ ഒരുക്കപ്പെടലിൻ്റെ ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. എന്താണോ നമ്മിൽ വീഴുന്നത് അതാണ് അടുത്ത ദിവസങ്ങൾ ആർത്തിയോടെ കിളിർക്കുവാനായിട്ട് പോകുന്നത്. സ്തോത്രം. വളരെ കെയർഫുള്ളായിരിക്കേണ്ട, ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട സമയങ്ങളാണ് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായ സമയങ്ങളെന്ന് പറയുന്നത്. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന ഏകാഗ്രതയോടുകൂടെ ആ ലക്ഷ്യത്തിലേക്ക് നാം നീങ്ങിക്കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ഇടയിൽ ദൈവം അയക്കുവാനിടയാകും. സ്തോത്രം. തൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന തൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് എൻ്റെ മുഖം അന്വേഷിച്ചാൽ ദൈവം പറയുന്നു, ഞാൻ സ്വർഗത്തിലിരിക്കുന്ന ദൈവം മാത്രമല്ല, ആവശ്യക്കാരൻ്റെ നിലവിളിയുടെ മുൻപിൽ ഇറങ്ങി വരുന്നവനാണ്. സ്തോത്രം.
ദൈവത്തിൻ്റെ ദൃഷ്ടി തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന്. നമ്മുടെ ദൈവം ബലവാനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ബലം എവിടെയാണ് വെളിപ്പെടുന്നത്? ആരാണോ ഏകാഗ്ര ഹൃദയത്തോടുകൂടെ ദൈവത്തിൽ നിന്ന് നേരിട്ടൊരു ഇടപെടൽ എനിക്ക് വേണം എന്നുള്ള ചിന്തയോടുകൂടെ താണിരിക്കുന്നത്, അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ബലം കുറഞ്ഞു പോയിട്ടില്ല. തങ്കലേകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ ദൃഷ്ടി ഭൂമിയിലെല്ലായിടും ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഏകാഗ്രതയോടുകൂടെ മനുഷ്യ ശബ്ദമല്ല, അപശബ്ദങ്ങളല്ല, അപശബ്ദങ്ങളുടെ നടുവിൽ വേദനിപ്പിക്കുന്ന, നിരുത്സാഹപ്പെടുത്തുന്ന, പിശാചിനാൽ ഉപയോഗിക്കപ്പെടുന്ന വ്യക്തികളുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന നിരുത്സാഹത്തിന്റെ വാക്കുകളെയെല്ലാം മറന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നതിനു വേണ്ടി ദൈവത്തിന്റെ പാദപീഠത്തിൽ താണിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അവർക്ക് വേണ്ടി ബലവാനായി വെളിപ്പെടുന്ന ഒരു ദൈവം. സ്തോത്രം. ആ ദൈവത്തിന്റെ ദിവ്യമായിട്ടുള്ള പ്രവൃത്തികൾ നിശ്ചയമായും ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ വചനത്തിന് കടന്നു വന്ന് പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഒരു മേഖലയും നമ്മുടെ ജീവിതത്തിലില്ല. ദൈവത്തിൻ്റെ വചനം ദേഹത്തിലും ദേഹിയിലും ആത്മാവിലും ഒരുപോലെ പ്രവർത്തിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനെക്കാട്ടിലും മൂർച്ചയുള്ളതാണ്. പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർതിരിക്കുന്നത് വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിഭജിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഒരാളിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹം തോന്നുമ്പോൾ ആ വ്യക്തിയുടെ അരികിലേക്ക് ദൈവം അയക്കുന്നത് തൻ്റെ വചനത്തെയാണ്. സ്തോത്രം. 107 സങ്കീർത്തനം 20 വാക്യം, അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, വചനത്തോടുള്ള ബന്ധത്തിൽ ഒരാളെ സൗഖ്യമാക്കാൻ ആ വ്യക്തി അകപ്പെട്ടിരിക്കുന്ന കുഴിയിൽ ദൈവം അയക്കുന്നത് തൻ്റെ വചനത്തെയാണ്. അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിക്കുകയാണ്. രോഗമാകുന്ന കുഴിയിൽ അകപ്പെട്ട വ്യക്തിയെ കരകയറ്റാൻ ഒരു വ്യക്തിയും ഇല്ല എങ്കിലും ആ വ്യക്തിയെ കരകയറ്റാൻ ദൈവം അയക്കുന്നത് തൻ്റെ വചനത്തെയാണ്. ഈ വചന ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ ഈ കഴിഞ്ഞ 6 ദിവസങ്ങളായി ഇവിടെ കേട്ട ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രക്രിയ എന്താ? അകപ്പെട്ടിരിക്കുന്ന കുഴികളിൽ നിന്ന് കരകയറ്റുന്നതാണ് ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത്. സ്തോത്രം. 147 സങ്കീർത്തനം 18 വാക്യം, വചനത്തിൻ്റെ മറ്റൊരു ക്രിയ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ തൻ്റെ വചനത്തെ അയച്ച് അവയെ ഉരുക്കുന്നു. നാളുകളായി ഫ്രീസായിരിക്കുന്ന ചിലതിനെ ഉരുക്കാൻ ദൈവം അയക്കുന്നത് തൻ്റെ വചനത്തെയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിന് ബന്ധനമില്ല എന്നാണ് വായിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തെ മടക്കാൻ ആർക്കും കഴിയില്ല. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസ് പറയുന്നു, ഞാൻ ബന്ധനസ്ഥനാണെങ്കിലും സുവിശേഷത്തിന് ബന്ധനമില്ല. ബന്ധനമില്ലെന്ന് മാത്രമല്ല, ഏത് ബന്ധനത്തെയും അറുത്തുമാറ്റുന്ന ദൈവത്തിൻ്റെ വാൾ IPC പ്രയർ സെന്ററിനകത്ത് ഹല്ലേലൂയ തിരുവല്ല പട്ടണത്തിൽ ഈ ദിവസങ്ങൾ ലഹരിച്ചിരിക്കും. അത് വെറുതെ ദൈവത്തിന്റെ അരികിലേക്ക് മടങ്ങി ചെല്ലുകയില്ല. സ്തോത്രം. ദൈവത്തിന്റെ ക്രിയകൾ നടത്തുന്ന വചനമാകുന്ന വാൾ അത് വെറുതെ മടങ്ങി വരികയില്ല. ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യെശയ്യാവിന്റെ പ്രവചനം 55:10 ഇങ്ങനെ വായിക്കുന്നു, മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്യുകയും അത് ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിതയ്ക്കുവാൻ വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും വിളയിക്കുന്നത് പോലെ യഹോവയായ ദൈവം പറയുന്നു, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഇതുപോലെയായിരിക്കും. സ്തോത്രം. വിണ്ട് കീറിക്കിടക്കുന്ന, ഫലരഹിതമായിരിക്കുന്ന, നിഷ്ഫലമായിരിക്കുന്ന ഭൂമിയെ മാരി പെയ്ത് നനയ്ക്കുന്നത് പോലെ അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മാരിയ ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. യഹോവയായ ദൈവം പറയുന്നു, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഇതുപോലെയായിരിക്കും. സ്തോത്രം. എന്തിനാണോ കുറവ് വന്നിരിക്കുന്നത് ആ കുറവുകളെ പരിഹരിക്കാൻ പര്യാപ്തമാണ് ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത്. ശൂന്യതകളെ മാറ്റി ഹല്ലേലൂയ അതിനെ ഫലദായകമാക്കുന്നതാണ്, ഫലവത്താക്കി തീർക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. യഹോവയായ ദൈവം പറയുന്നു, അതെൻ്റെ ഇഷ്ടം നിവർത്തിക്കും, ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും.
സ്തോത്രം. ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ കേവലം അറിവിൽ നിന്ന് ചില കാര്യം പറയുന്നതിനേക്കാൾ നിയോഗത്തോടുകൂടെ ദൈവം തരുന്ന ചില ദൂത് വിളിച്ചു പറയുവാനാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. കർത്തൃദാസന്മാരെല്ലാം അതാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം അയച്ചാൽ അയച്ച കാര്യം ദൈവം സാധിപ്പിക്കുവാനിടയാകും. ചിലതിന് ഈ ദിവസങ്ങളിൽ നിവർത്തി ഉണ്ടാകുവാനിടയാകും. നിവർത്തി ഉണ്ടാകാതെ കിടക്കുന്ന, ഹല്ലേലൂയ, മുടക്കം വന്ന് കിടക്കുന്ന, ഹല്ലേലൂയ, മടക്കി അയക്കപ്പെടുന്ന മേഖലകളെ പുനരുദ്ധരിച്ച് സജീവമാക്കി തീർക്കാൻ ദൈവം അയക്കുന്നതിൻ്റെ വചനത്തെയാണ്. ദൈവത്തിൻ്റെ വചനം അത് വെറുതെ എൻ്റെ അരികിലേക്ക് മടങ്ങി വരികയില്ല. ഈ ദൈവത്തിൻ്റെ വചനം വരുമ്പോൾ അത് നമുക്ക് ഉപകാരമായി വരണമെങ്കിൽ വിശ്വാസമായി പരിണമിക്കണം. കേൾക്കപ്പെടുന്നതായ വചനം വിശ്വാസമായി പരിണമിക്കാഞ്ഞതുകൊണ്ട് അവർക്ക് ഉപകാരമായി വന്നില്ല എന്ന് വായിക്കുന്നു. കേൾക്കുന്ന വചനം നമുക്ക് പ്രയോജനമാകണമെങ്കിൽ അത് വിശ്വാസത്താൽ ഏറ്റെടുക്കുവാൻ തയ്യാറാകണം. തെസ്സലോനിക്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നൊരു ഫലമുണ്ട്: ഞങ്ങൾ പ്രസംഗിച്ച ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേട്ടു. അത് മനുഷ്യൻ്റെ വചനമായിട്ടല്ല. 1 തെസ്സലോനിക്യ 2:13 ഞാൻ പറയുന്നത്. ഞങ്ങൾ പ്രസംഗിച്ച ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേട്ടു. അത് മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായി തന്നെ നിങ്ങൾ എന്ത് ചെയ്തു? കൈക്കൊണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കണം, ദൈവത്തിൻ്റെ വചനം കൈക്കൊള്ളണം. 3, ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കണം. ഈ 3 കാര്യങ്ങൾ നടന്നാൽ ദൈവവചനം കേൾക്കണം, ദൈവവചനം കൈക്കൊള്ളണം, ദൈവവചനം വിശ്വസിക്കണം. ഈ 3 കാര്യങ്ങൾ നമ്മിൽ നടന്നാൽ വിശ്വസിക്കുന്ന നമ്മിൽ അത് വ്യാപരിച്ചു കൊണ്ടേയിരിക്കും. സ്തോത്രം. ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചതുപോലെ, സ്തോത്രം, ദൈവത്തിൻ്റെ ഉദ്ദേശ നിവർത്തിക്കു വേണ്ടി ദൈവം അയക്കുന്ന വചനം ആരാണോ കൈക്കൊണ്ട് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നത് അവരിൽ വചനം വചനമായിട്ടിരിക്കത്തില്ല, വചനം അവരിൽ വ്യാപരിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ സാധാരണ പറയാറുണ്ട്, ലോകത്ത് അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിക്കുമ്പോൾ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്, ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ സ്തോത്രം, വ്യക്തികളിൽ ദൈവാത്മാവ് വ്യാപരിക്കട്ടെ, ദൈവത്തിൻ്റെ വചനം വ്യാപരിക്കട്ടെ. സ്തോത്രം. ദൈവാത്മാവിൻ്റെ വ്യാപാരത്താൽ ഹല്ലേലൂയ അന്യായമായ മുഖങ്ങൾ തകരുവാനിടയാകട്ടെ. പീഡിതർ സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. എല്ലാ മുഖങ്ങൾ ന്യായരഹിതമായി പിശാച് വച്ചിരിക്കുന്നതായ എല്ലാ കൺട്രോളുകൾ, എല്ലാ മുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകരപ്പെടുന്ന ദിവസങ്ങളാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു നിയോഗത്തോടുകൂടെ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശനം നൽകിയ ഒരു തിരുവചനം. കർത്തൃദാസന്മാരിവിടെ ഉണ്ട്. 11 അപ്പോസ്തലൻ ശുശ്രൂഷിച്ചതുപോലെ ദൈവ വചനം ശുശ്രൂഷിക്കുവാൻ ഇന്ന് ഇവിടെ ഞാൻ നിൽക്കുന്നെങ്കിലും ഞാൻ ഒറ്റയ്ക്കല്ല ശുശ്രൂഷിക്കുവാൻ പോകുന്നത്, നമ്മൾ ഒരുമിച്ചാണ് ശുശ്രൂഷിക്കുവാൻ പോകുന്നത്. എത്ര പേർക്ക് സ്തോത്രം പറയുവാനായിട്ട് കഴിയും? ഒരുമിച്ചൊരു ശുശ്രൂഷ, അതിൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനിടയാകണം. പരിശുദ്ധാത്മാവിന് ചെയ്യാനുള്ള ക്രിയകൾ നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സഭയിലും വെളിപ്പെടുക തന്നെ ചെയ്യും. 1 യോഹന്നാൻ്റെ ലേഖനം, അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം, 3-ാമത്തെ അധ്യായം, അതിൻ്റെ 8-ാമത്തെ വചനം. 1 യോഹന്നാൻ 3-ാം അധ്യായം, അതിൻ്റെ 8-ാമത്തെ വാക്യം. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യേശുക്രിസ്തു എന്തിനാണ് പ്രത്യക്ഷനായത്? സ്നേഹത്തിൻ്റെ അപ്പോസ്തലനാണ് യോഹന്നാൻ. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ സ്വാഭാവികമായ മരണം ലഭിച്ചത് യോഹന്നാന് മാത്രമാണ്. യോഹന്നാൻ അപ്പോസ്തലനാണ് സുവിശേഷം രചിക്കാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടത്. 3 ലേഖനങ്ങൾ തന്നാലാണ് വിരചിതമായത്. പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകം എഴുതുവാനും യോഹന്നാനെയാണ് ദൈവം തിരഞ്ഞെടുക്കുവാനിടയായത്. യേശു കർത്താവിൻ്റെ മാർവോട് ചേർന്നിരിക്കുവാനുള്ള ഭാഗ്യം യോഹന്നാനാണ് ലഭിച്ചത്. യേശു ക്രിസ്തുവിനെ ഏറ്റവും അധികം
സ്നേഹിച്ചത് പത്രോസാണെങ്കിൽ കർത്താവ് ഏറ്റവും അധികം സ്നേഹിച്ചത് യോഹന്നാനെയായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. സ്നേഹത്തിൻ്റെ അപ്പോസ്തോലൻ. ഈ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പല കാര്യങ്ങൾ ഓർപ്പിക്കുന്ന കൂട്ടത്തിൽ യേശുക്രിസ്തു എന്തിനാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. യേശുക്രിസ്തു പ്രത്യക്ഷനായതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? 1, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കാൻ. 2, പാപങ്ങളെ നീക്കാൻ. എന്താണ് പാപം? ദൈവമേ, നീ ഞങ്ങളെ അങ്ങയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, ദൈവത്തിങ്കലേക്ക് ചെന്ന് ചേരുന്നതിന് തടസ്സമായി ലക്ഷ്യം തെറ്റിക്കുന്ന കാര്യങ്ങൾ എന്തോ അതാണ് പാപമെന്ന് പറയുന്നത്. ആ പാപത്തെ നീക്കുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു പ്രത്യക്ഷനായത്. മാത്രമല്ല, നമ്മൾ ഈ ലൂക്കോസ് 19-ന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നു, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുവാനല്ലോ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. കാണാതെ പോയ മനുഷ്യവർഗത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു ജഡാവതാരം ചെയ്ത് ഈ ലോകത്തിലേക്ക് കടന്നു വരുവാനായിട്ടിടയായി തീർന്നത്. പിശാചെന്ന് പറയുന്നത് അദൃശ്യനാണ്. ആ പിശാചിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയില്ല. ദൈവത്തിനും ദൈവിക കാര്യത്തിനും എതിരായി എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നവനാണ് പിശാച് എന്ന് പറയുന്നത്. ദൈവം നല്ല ഉദ്ദേശത്തോടുകൂടെ സൃഷ്ടിച്ചതായ ദൂതൻ പാപം ചെയ്തതോടുകൂടെ പിശാചായി മാറുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അന്നു മുതൽ ദൈവത്തിനെതിരെയുള്ള മത്സരത്തിന് പിശാച് നേതൃത്വം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പിശാചിൻ്റെ പ്രവർത്തികളെ വിവിധ നിലകളിലാണ് ദൈവം അഴിക്കുന്നത്. 1, ദൈവജനത്തിൻ്റെ ആരാധനയുടെ മുൻപിൽ പിശാചിൻ്റെ പ്രവർത്തികളെ ദൈവം അഴിക്കും. അപ്പോസ്തലന്മാർ പാടുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തപ്പോൾ അവരുടെ കൈമേലുള്ള ചങ്ങലകൾ അഴിഞ്ഞു മാറുവാനിടയായി. നാം സംഖ്യാപുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുക്കളുടെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനിയായ കാഹളമോതുവാനിടയാകണം. നിങ്ങൾ ഗംഭീരധ്വനിയായ കാഹളമോതുമ്പോൾ ദൈവം ആ ശബ്ദം കേട്ട് നിങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം കൈയടിക്കുന്നതോ അധരം തുറന്ന് സ്തോത്രം ചെയ്യുന്നതോ നിരർത്ഥകമല്ല. അതെവിടെയൊക്കെയോ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവർക്കും സ്തോത്രം പറയാൻ പറ്റുമോ? ഇല്ല. ആർക്കാണ് സ്തോത്രം പറയാൻ പറ്റുന്നത്? നീ എൻ്റെ ബന്ധനത്തെ അഴിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിക്കും. ആരുടെ ബന്ധനങ്ങളാണോ അഴിയപ്പെട്ടത് അവർ അധരം തുറന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട് നമ്മൾ സ്തോത്രം ചെയ്യണം? പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എന്തുകൊണ്ട് സ്തോത്രം ചെയ്യണം? നിങ്ങൾ ഭക്ഷിച്ച തൃപ്തി പ്രാപിക്കുമ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ തയ്യാറാകണം. സംതൃപ്തിയുള്ള ഹൃദയമുണ്ടോ? അങ്ങനെയുള്ളവർ അധരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാനിടയാകും. എന്തുകൊണ്ട് സ്തോത്രം ചെയ്യണം? ദൈവമേ, നീ എന്നെ ഭയങ്കരവും അതിശയകരമായി സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുകയാണ്. മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്ന പല ഉപകരണങ്ങൾ 10-15 വർഷം കഴിയുമ്പോൾ അത് പ്രവർത്തനം നിലയ്ക്കും. എന്നാൽ ദൈവം ഓരോ അവയവങ്ങൾ തന്നിട്ട് ഇന്നുവരെയും അത് നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായി അതിശയകരമായി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയണം. ഈ സ്തോത്രം നാം പറയുമ്പോൾ ദൈവ സാന്നിധ്യത്തിലേക്കുള്ള വാതിലാണ് സ്തോത്രം എന്ന് പറയുന്നത്. ഒരുവൻ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അധരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. നിന്റെ വായെ വിസ്താരത്തിൽ തുറക്കുക, ഞാൻ അതിനെ നിറയ്ക്കാം. സ്തോത്രം. എവിടെ ആത്മാവിലുള്ള ആരാധന ഉയർന്നിട്ടുണ്ടോ അവിടെ പിശാചിന്റെ പ്രവർത്തികൾ ദൈവം അഴിച്ചിട്ടുണ്ട്.
വൈഡമനാരകൽക്കാന, ഞാൻ എൻ്റെ ആലയത്തിന് ചുറ്റും പാളയമിറങ്ങും, പട്ടാളമായി പാളയമിറങ്ങും, ഒരു പീഡകനും അതിന് നടുവിൽ നടക്കില്ല എന്ന് വായിക്കുന്നത് പോലെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ദൈവത്തിന് ആരാധന കൊടുക്കുന്ന ഇടങ്ങൾ, അവിടെ ദൈവം മഹത്വവാനായി ഇറങ്ങി വരും. അതിന് നടുവിൽ ഒരു പീഡകന് നടക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ. ആരാധനയുടെ നടുവിൽ പിശാചിൻ്റെ പ്രവർത്തികൾ ദൈവം അഴിക്കും. 2, പരിശോധനയുടെ തീവ്രതയിലൂടെ കടന്നു പോകുമ്പോൾ ആ തീച്ചൂളയുടെ ശക്തി 7 മടങ്ങായി വർദ്ധിപ്പിച്ചു. അവിടം കൊണ്ട് തീരുകയല്ല, 4 പേരെ കെട്ടപ്പെട്ടവരായി നെബൂഖദ്നേസർ തീജ്വാലയിലിട്ടെങ്കിൽ ആ പരിശോധനയുടെ ആഴത്തിൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളയുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തീവ്രമായ ചില പരിശോധനയ്ക്കകത്ത് പിശാചിന്റെ പ്രവർത്തികളെ എന്നേക്കുമായി ദൈവം അഴിക്കുന്നവനാണ്. ഉടമനാരകൽക്കാന ജീസസ്. സ്തോത്രം. ആരാധനയുടെ നടുവിൽ ദൈവം അഴിക്കും, പരിശോധനയ്ക്കകത്ത് ദൈവം അഴിക്കും. തീരുന്നില്ല, നമ്മൾ തന്നെ ചിലത് അഴിക്കേണ്ടതായിട്ടുണ്ട്. ലാസർ മരിച്ചവനായി ജീവൻ പ്രാപിച്ച് പുറത്തു വരുമ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങൾ അവൻ്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ. ഹല്ലേലൂയ. നമ്മൾ തന്നെ പറഞ്ഞത് തിരിച്ചു പറഞ്ഞ് ചിലതിനെ അഴിക്കുവാനിടയാകണം. ഹല്ലേലൂയ. നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ ജീവിതത്തിൻ്റെ പരിശോധനയുടെ നടുവിൽ പറഞ്ഞ് ഹല്ലേലൂയ ഏതെങ്കിലും മേഖലകളിൽ കെട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നാണോ അത് തിരിച്ചു പറയുന്നത്, അന്നാണ് അതിന് അഴിവ് കൽപ്പിക്കപ്പെടുവാനിടയാകുന്നത്. സ്തോത്രം. നമ്മുടെ വാക്കിന് ഭയങ്കര പവറുണ്ട്. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അത് ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിന്റെ വായി എൻ്റെ വായി പോലെയാകും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സമർപ്പിക്കപ്പെട്ട ആദരവും സമർപ്പിക്കപ്പെട്ട ഹൃദയമുണ്ടെങ്കിൽ അവരിലൂടെ ദൈവം വൻകാര്യം ചെയ്യുവാനിടയാകും. സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചില അതരങ്ങളെ അധികാര കൈമാറ്റത്തിലേക്ക് നയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ ഹൃദയ രാജാവിന് വേണ്ടിയുള്ളത്. സമർപ്പിക്കപ്പെട്ട ചില അധരങ്ങൾ, സമർപ്പിക്കപ്പെട്ട ചില ഹൃദയങ്ങൾ ഇതിനകത്ത് ദൈവം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ തലമുറയിൽ അധികാരത്തോടുകൂടെ ചിലതിനോട് കൽപ്പിക്കുന്ന സമർപ്പിക്കപ്പെട്ട അതരത്തെ ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. സമർപ്പിക്കപ്പെട്ട അതരത്തിൽ നിന്ന് അധികാരത്തിന്റെ വാക്ക് പുറത്തു വരുവാനിടയാകും. സമർപ്പിക്കപ്പെട്ട അതരത്തിന്റെ പ്രത്യേകത എന്താ? കാണുന്നതിനും കേൾക്കുന്നതിനും സമർപ്പിക്കപ്പെട്ട അതരമുള്ളവൻ ശ്രദ്ധ കൊടുക്കില്ല, മറുപടിയില്ല. അവൻ ശ്രദ്ധിക്കുന്നത് അവനെ നിയമിച്ചാക്കിയ കമാൻഡറുടെ ശബ്ദത്തിനു വേണ്ടി അവൻ ശ്രദ്ധ ചായിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ചില അപശബ്ദങ്ങളുടെ പുറകെ നീ പോകാതെ വണ്ണം ദൈവത്തിന്റെ പാലമിടത്തിലിരിക്കുമ്പോൾ നിയോഗത്തിന്റെ ചില കൈമാറ്റങ്ങൾ ചില അധരങ്ങളുടെ മേൽ പകരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ജീസസ്. പരിശുദ്ധാത്മാവിൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ഇതിനകത്തിരിക്കുന്ന ചിലരുടെ അധരങ്ങളെ ദൈവം തൊടുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ചിലരുടെ മൈൻഡിനെ ദൈവം മാറ്റാൻ പോവുകയാണ്. കാഴ്ചപ്പാടുകളെ ദൈവം മാറ്റാൻ പോവുകയാണ്. എങ്ങനെയാ കാഴ്ചപ്പാടുകളെ ദൈവം മാറ്റുന്നത്? യെശയ്യാവിന്റെ കാഴ്ചപ്പാട് മാറിയത് 1-ാം അധ്യായം 6-ാം അധ്യായത്തിലാണ്. 1-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെ കാണുന്നതിനും കേൾക്കുന്നതെല്ലാം കുറ്റം പറച്ചില്ല. അവർ ശരിയല്ല, ഇവർ ശരിയല്ല, ശരിയല്ല, അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം എന്നാണ് പറയുന്നത്. എന്നാൽ 6-ാം അധ്യായം തുടങ്ങുമ്പോൾ ഉസിയ രാജാവ് മരിച്ച വർഷം, ഇനി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാ? കൃഷിപ്രിയനായ രാജാവ് 52 വർഷം ഭരിച്ചു. സ്തോത്രം. ഇനിയും കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ചിന്താക്കുഴപ്പത്തിലായിരിക്കുമ്പോൾ യഹോവയായ ദൈവം ഉസിയാവിൻ്റെ സിംഹാസനത്തെക്കാൾ വലിയ സിംഹാസനത്തിലിരിക്കുന്നതായി യെശയ്യാവിന് വെളിപ്പെടുകയാണ്. സ്തോത്രം. എന്താ വെളിപ്പെടുന്നതിൻ്റെ ഉദ്ദേശം? അല്ലയോ യെശയ്യാവേ, ഉസിയാവ് ഈ സിംഹാസനത്തിലിരുന്നപ്പോഴും രാജ്യം കൺട്രോൾ ചെയ്തത് ഞാനാ കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം.
ഈ ദർശനം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ യഹോവയായ ദൈവത്തെ യെശയ്യാവ് കണ്ടതോടുകൂടെ ദൈവത്തെ കണ്ടവൻ തന്നെ തന്നെ കാണുകയാണ്. തന്നെ തന്നെ കണ്ടവൻ പിന്നെ കാണുന്നത് എന്താണെന്ന് അറിയാമോ? അവൻ പുറത്തോട്ട് നോക്കി പറയുക, അയ്യോ ഹല്ലേലൂയ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അകത്തെ കണ്ടവൻ പിന്നെ കണ്ടത് നഷ്ടപ്പെട്ട് കിടക്കുന്ന വ്യക്തികളിലേക്കാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ കണ്ടവൻ തന്നെ തന്നെ കാണുവാനിടയായി. തന്നെ തന്നെ കണ്ടവൻ നഷ്ടപ്പെട്ടവരുടെ ഇടയിലേക്ക് നിയോഗത്തോടുകൂടെ കടന്നു പോകുവാനിടയായി തീർന്നു. സ്തോത്രം. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചിലരുടെ സംസാര ശൈലികൾ അധികം മാറ്റിയെടുക്കും. ഹാലലൂയ. വിമർശനത്തോടുകൂടെ പരാജയപ്പെട്ട വ്യക്തികളെ വിരൽ ചൂണ്ടി ഹാലേലൂയ നീയും അവരെ പോലാകത്തക്ക നിലയിൽ പിശാച് ചില കെണികൾ രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. വിമർശനത്തോടുകൂടെ കുറ്റം പടുത്തുയർത്തുന്ന ചില ഇടങ്ങളുമായി നിന്നെ രഹസ്യത്തിൽ ബന്ധിപ്പിച്ച് നിന്റെ മൈൻഡിനെ ഹാലലൂയ പിശാച് കവർന്നെടുത്ത് തത്വജ്ഞാനം കൊണ്ട് വെറും വഞ്ചന കൊണ്ട് ചിലതിനെ വശീകരിക്കുന്ന പൈശാചികമായ ചില പ്രവൃത്തികളിൽ നിന്ന് വിമോചനത്തിന് വേണ്ടിയാണ് ഈ ഉപവാസ പ്രാർത്ഥന ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ പ്രാർത്ഥിച്ചു വന്നവൻ, യോബിന്റെ പുസ്തകം 15-ാം അധ്യായം 1 മുതൽ ദയവായി ഒന്ന് വായിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴിയെ പോകുന്നതാണല്ലോ നല്ലത്. യോബ് 15:1 മുതലായ വാക്യങ്ങൾ. അതിന് തേമാന്യനായ എലീഫസ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, ജ്ഞാനിയായവൻ വ്രതജ്ഞാനം പ്രസ്താവിക്കുന്നു, അവൻ കിഴക്കൻ കാറ്റുകൊണ്ട് വയറ് നിറയ്ക്കുമോ, അവൻ പ്രയോജനമില്ലാത്ത വാക്കുകളാലും. ശ്രദ്ധിക്കണേ, യോബിലൂടെ ദൈവം പറയുകയാണ് പ്രയോജനമില്ലാത്ത വാക്കുകളാലും. അപ്പൊ പ്രയോജനമുള്ള വാക്കുകൊണ്ട് പ്രയോജനമില്ലാത്ത വാക്കുകൾ, പ്രയോജനമില്ലാത്ത വാക്കുകളാലും ഉപകാരമില്ലാത്ത മൊഴികളാലും തർക്കിക്കുമോ. പ്രൈസ് ദി ലോർഡ്. എവിടെ തുടങ്ങുന്നതെന്നറിയാമോ? പ്രയോജനരഹിതമായ വാക്കുകൾ. ആ വാക്ക് എവിടേക്ക് പോയി? ഉപകാരമില്ലാത്ത മൊഴികൾ. ഉപകാരമില്ലാത്ത മൊഴികളാലും തർക്കിക്കുമോ. അടുത്ത വാക്യം, നീ ഭക്തി വെടിഞ്ഞ് ഈ പ്രയോജനമില്ലാത്ത വാക്കുകളിലേക്കും ഉപകാരമില്ലാത്ത മൊഴികളിലേക്കും പോയത് കൊണ്ട് സംഭവിച്ചത് എന്താ? നീ ഭക്തി വെടിഞ്ഞ് ദൈവസന്നിധിയിലെ ധ്യാനം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരികയാണ് എന്ന് പറഞ്ഞാൽ, ഇന്നലകളിൽ പ്രാർത്ഥിക്കാൻ മുഴങ്കാലും അടക്കിയ വ്യക്തി വാദത്തിൻ്റെയും നീതി സ്ഥാപിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉപകാരമില്ലാത്ത മൊഴികളുടെ നിർജീവമായിട്ടുള്ള വാക്കുകളുടെ പുറകെ പോയി വാദത്തിലേക്കും തർക്കത്തിലേക്കും പോകുന്നത് കൊണ്ട് ദൈവാത്മാവ് പറയുന്നു, പരാജയം എവിടെയാ? നിന്റെ ആത്മീയ മനുഷ്യന് പരാജയം സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് പരാജയം? നീ ഭക്തി വെടിഞ്ഞ് ദൈവസന്നിധിയിലെ ധ്യാനം എന്ത് ചെയ്തിരിക്കുകയാണ്? മുടക്കിക്കളയുന്നു. അടുത്ത വാക്യം, നിന്റെ അകൃത്യം. ഇപ്പൊ എവിടെ വരെയായി? നിന്റെ അകൃത്യം നിന്റെ വായെ എന്ത് ചെയ്യുക? പഠിപ്പിക്കുന്നു. അടുത്ത വാക്യം പറയുന്നു, ഇപ്പൊ നീ ആരായി മാറി? ഇന്നലകളിൽ പ്രാർത്ഥിക്കാനിരുന്ന വ്യക്തി നീതി സ്ഥാപിക്കുന്നതിന് വേണ്ടി, ന്യായം സ്ഥാപിക്കുന്നതിന് വേണ്ടി, സ്തോത്രം, ഞാൻ എവിടാണെങ്കിലും പ്രതികരിക്കും, ഞാൻ ഇന്ന കുടുംബത്തിലെ വ്യക്തിയാണെന്നൊക്കെ പിശാച് എവിടുന്നൊക്കെയോ തിരികെത്തിയത് നിമിത്തം, സ്തോത്രം, നീതിക്ക് വേണ്ടി ഞാൻ നിൽക്കുമെന്നുള്ള ചില ചിന്തകൾ മൈൻഡിലേക്ക് പിശാച് കടത്തിവിട്ട് ചിലതിനോട് പ്രതികരിക്കാൻ പോയത് നിമിത്തം പരിശുദ്ധാത്മാവ് പറയുന്നു, മുടക്കം വന്നത് ദൈവത്തിന് ഇപ്പോൾ നിന്നെ പഴയതുപോലെ കിട്ടുന്നില്ല. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും ഇതിനകത്ത്? ഹല്ലേലൂയ. പഴയതുപോലെ പണ്ടേ പോലെ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. നീ ഭക്തി വെടിഞ്ഞ് ദൈവസന്നിധിയിലെ ധ്യാനം മുടക്കിക്കളയുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, സ്തോത്രം, മറ്റുള്ളവരെ കുറിച്ചുള്ള പരാജയത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നില്ല എന്നുള്ളത് സത്യമാണെങ്കിലും അത് കേൾക്കാൻ നിന്റെ ടൈം നീ സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ആത്മീയത്തിൽ നിന്ന് എവിടേക്കോ വ്യതിചലിച്ചു കൊണ്ടേയിരിക്കുകയാണ്.
ഹല്ലേലൂയ. ചിലരുടെ കാഴ്ചപ്പാടുകൾ ദൈവം മാറ്റുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പരാജയപ്പെട്ടവന്റെ കഥകൾ കേൾക്കുന്നതിനേക്കാൾ നല്ലത് വിജയിച്ചവനെ കുറിച്ച് കേൾക്കുന്നതാണ്. ഈ ലോകത്തിൽ ആര് പരാജയപ്പെട്ടാലും വിജയിച്ച് ഒരുവൻ നമ്മുടെ രക്ഷാ നായകനാണ്. നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് പരാജയപ്പെട്ടവനല്ല, നമ്മുടെ റോൾ മോഡൽ വിജയിച്ച കർത്താവാണ്. ഹല്ലേലൂയ. ഇന്നലകളിൽ കർത്താവിനെ സേവിച്ച സ്നേഹിച്ച ആര് തോറ്റു എന്നുള്ളത് നിനക്ക് വിഷയമല്ല. നീ അനുകരിക്കേണ്ടത് നീ സേവിക്കുന്ന കർത്താവ് വിജയിച്ചവനാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ജീസസ്. ഹല്ലേലൂയ. ചില അധരങ്ങൾ ഈ ദിവസങ്ങൾ സമർപ്പിക്കാൻ തയ്യാറായാൽ അധികാരത്തിൻ്റെ ശുശ്രൂഷയുടെ ചില കൈമാറ്റങ്ങൾ ദൈവം നടത്തുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ട സമയത്ത് അതിലേക്ക്, അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ വണ്ണം ഉൾവലിഞ്ഞു നിൽക്കുന്ന ചിലതിനെ ഈ ദിവസങ്ങൾ ദൈവം സന്ദർശിച്ച് ഇതിനകത്ത് കൊണ്ടുവന്ന് ആത്മീയ ജീവനിലേക്ക്, ആത്മീയ നിയോഗങ്ങളിലേക്ക് നടത്താൻ പോകുന്ന ദൈവാത്മാവ് ആലോചന പറയുകയാണ്. സ്തോത്രം. ഒരിക്കൽ യോശുവ വിളിച്ചു പറഞ്ഞു, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക. യുദ്ധം തീരുന്നതുവരെ സമയത്തെ പിടിച്ചു നിർത്താനുള്ള അധികാരം യോശുവയ്ക്ക് ദൈവം കൊടുക്കുകയാണ്. യഹോവയായ ദൈവം ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് പ്രവർത്തിച്ചതുപോലെ ഒരു ദിവസം പിന്നീട് ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. ദാനിയേൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാ. 21 ദിവസം ദാനിയേലിൻ്റെ അരികിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ചിട്ട് പറയുകയാ, ഇപ്പോൾ ഞാൻ ഇവിടെ വരാൻ കാരണം നിന്റെ വാക്കാ. നിന്റെ വാക്ക് ഹേതുവായി ഞാനിവിടെ കടന്നു വന്നിരിക്കുകയാണ്. ഹാലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ അനുസരിക്കണമെന്നുള്ളത് പരമപ്രധാനമായ സത്യമാണെങ്കിലും ആരാണോ സമർപ്പിക്കപ്പെട്ട അധരമുള്ളത്, ആരുടെ ഹൃദയമാണോ സമർപ്പിച്ചിരിക്കുന്നത്, അവരെ ദൈവം അനുസരിക്കുവാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചിലർ പറയുന്നത് പോലെ ഇവിടെ നിന്ന് കർത്തൃദാസന്മാർ നിങ്ങളുടെ അരികിലേക്ക് വരണ്ട. അല്ല, നിങ്ങളെ ക്ലേശിപ്പിക്കുന്ന ഹല്ലേലൂയ ചില വിഷയങ്ങളെ ഹല്ലേലൂയ അധികാരത്തോടുകൂടെ ബ്രേക്ക് ചെയ്യുവാൻ ചിലരുടെ അധരത്തിൻ്റെ മേൽ അധികാരത്തിൻ്റെ കൈമാറ്റങ്ങൾ, ഹല്ലേലൂയ, ചില അധികാര കൈമാറ്റങ്ങൾ ഇതിനകത്ത് ചിലരുടെ മേൽ പകരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഉടമനാരകൽക്കാന ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ദൈവം ചെയ്യും എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഞാൻ പറയുന്നത് പോലെ എൻ്റെ ദൈവം ചെയ്യും. ഞാൻ പറയുന്നത് പോലെ എൻ്റെ ദൈവം ചെയ്യും. സ്തോത്രം. ഒരിക്കൽ മോശ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീയാണല്ലോ നിയോഗം തന്ന് അയച്ചിരിക്കുന്നത്. ഞങ്ങളെ ഈ വഴിക്ക് അയച്ചിട്ട് അങ്ങേ എങ്ങോട്ട് പോകാമെന്ന് എന്നോട് പറയേ. എനിക്ക് വേണ്ടത് അങ്ങയെയാണ്. മോശയ്ക്ക് വേണ്ടത് ഭൗതിക സമ്പത്തല്ല, മോശയ്ക്ക് വേണ്ടത് വിളിച്ചിറക്കിയ ദൈവത്തെയാണ്. അപ്പോൾ ആ ദൈവം മോശയോട് പറയുക, മോശേ, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിയോഗത്തോടുകൂടെ പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥന സാധാരണ ഉപവാസ പ്രാർത്ഥനയല്ല. ചിലരുടെ കാഴ്ചപ്പാടുകളെ മാറ്റുന്ന, ചിലരുടെ അധരത്തെ തൊടുന്ന, യെശയ്യാവിൻ്റെ അധരത്തെ, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനെന്ന് നിലവിളിച്ചപ്പോൾ സ്വർഗീയ യാഗപീഠത്തിൽ നിന്ന് സാരാഫുകളിലൊന്ന് കനലെടുത്തു കൊണ്ടുവന്ന് അധരത്തെ തൊട്ടതുപോലെ ചിലരുടെ സംസാര ശൈലി ഇതിനകത്ത് ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ജീസസ്. ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ അധരത്തെ ദൈവം തൊട്ടതോടുകൂടെ പിന്നെ സംസാര ശൈലി അവരോടും ഇവരോടും അല്ല, പിന്നെ രാജ്യങ്ങളോടും രാജാക്കന്മാരോടുമുള്ള ദൂതാണ് അവൻ കൈമാറിക്കൊണ്ടേയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതിനകത്ത് ചില അഭിഷേകം ചിലരുടെ മേൽ പകരാൻ ദൈവം ആഗ്രഹിക്കുന്നു.
സ്തോത്രം. എന്നോട് പരിശുദ്ധാത്മാവ് ഇത് നിർത്തി പറയാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ചില അധരത്തെ തൊടാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ചിലരുടെ അധരത്തെ തൊടാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തെ ക്ലേശിപ്പിക്കുന്ന, മുൻപോട്ട് വിടത്തില്ലെന്ന് വെല്ലുവിളി ഉയർത്തുന്ന, നിന്റെ തലമുറയെ അപഹരിക്കുമെന്ന്, നിന്നെ അനാഥനാക്കുമെന്ന്, സകലതും എനിക്ക് പ്രതികൂലമെന്ന് പറഞ്ഞുകൊണ്ട് നിരാശയോടുകൂടെ തീരം വിടത്തക്ക നിലയിൽ പിശാചൊരുക്കുന്ന സകല കണികളെയും ആത്മാവിന്റെ നിയോഗത്താൽ മാറിപ്പോകാൻ കൽപ്പിക്കുന്ന ഒരു അഭിഷേകം ചില തലമുറയെ അന്യാധീനപ്പെടുത്തുമെന്ന് പറയുന്ന, ഹല്ലേലൂയ, ചില തലമുറകൾ നിമിത്തം കണ്ണുനീര് കുടിപ്പിക്കുമെന്ന് പറയുന്ന, ജൂഡാ മനാറകൽക്കാന, എന്റേറെ എന്ന് പറയുന്ന, ഹല്ലേലൂയ, നിനക്ക് നൊന്ത് പ്രസവിച്ച ചില തലമുറയുടെ മേൽ അധികാരത്തിന് ചെങ്കോൽ വെച്ച് അരുതാത്ത സ്വാധീനതകൾ, പൈശാചിക മണ്ഡലങ്ങൾ ചിലതിനെ വശീകരിച്ച്, തത്വജ്ഞാനം കൊണ്ട്, നയപരമായ ഇടപെടലുകൾ കൊണ്ട് ചിലതിനെ വശീകരിച്ച്, എന്റേതെന്ന് പറയുന്ന അരുതാത്ത ന്യായരഹിതമായ ചില അവകാശങ്ങൾ, ചില പിന്തുടർച്ചകൾ, ചില വെല്ലുവിളികൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് വിട്ടുമാറുകയാണ്. ഞാൻ കീഴ്പ്പെട്ടു പോയി, ഞാൻ പരാജയപ്പെട്ടു പോയി, ഇതിനെനിക്കൊരു വിമോചനമില്ല പാസ്റ്ററേ. സ്തോത്രം. ഹല്ലേലൂയ. പിശാചിന്റെ ചില ആധിപത്യങ്ങൾ അറിയാത്ത പിൻവാതിലൂടെ എൻ്റെ കുടുംബത്തിൽ ചിലതിൻ്റെ മേൽ ചെലുത്തിക്കഴിഞ്ഞു. എനിക്കിതിൽ നിന്ന് വിമോചനമില്ല. സ്തോത്രം. എങ്ങനെയെങ്കിലും ആരും അറിയാതെ വണ്ണം ഒരു പരിസമാപ്തിയല്ല, ഇഞ്ചിഞ്ചായി നീറിയ ഒരു അവസാനമല്ല. ഹല്ലേലൂയ. ഏത് വിഷയമാണോ ക്ലേശിപ്പിക്കുന്നത് അതിൻ്റെ മേലൊരു അധികാര കൈമാറ്റം. ഏത് വിഷയമാണോ ഭാരപ്പെടുത്തുന്നത്, നിന്റെ നരയെ ദുഃഖത്തോടുകൂടെ പാതാളത്തിൽ ഇറങ്ങും എന്ന് എവിടുന്നാണോ അവശബ്ദങ്ങൾ, വെല്ലുവിളികൾ ഉയർന്നിരിക്കുന്നത്, അതിൻ്റെ മേലൊരു അധികാര കൈമാറ്റം നിന്റെ അധരത്തിലൂടെ തന്ന് അതിലൊരു ശുഭകരമായ പരിസമാപ്തി തരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, ജീസസ്, ഹല്ലേലൂയ, ജീസസ്, സ്തോത്രം, സ്തോത്രം. അപഹരിക്കപ്പെടുന്നതിൻ്റെ മേൽ ഒരധികാരം, അതിനെ തിരിച്ചു പിടിക്കുന്ന ഒരധികാര കൈമാറ്റം, യാതൊരു വഴിയുമില്ലാതെ സ്റ്റക്കായിരിക്കുന്ന, സ്തംഭിച്ചിരിക്കുന്ന, എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, സ്തോത്രം പോലും പറയാൻ കഴിയാതെ, കുടുംബ പ്രാർത്ഥന നടത്താൻ കഴിയാതെ, കുടുംബത്തിനകത്ത് ഇത് നടത്തിയിട്ട് എന്നാ പ്രയോജനം? മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ് പറയുന്നുണ്ട്, ഹല്ലേലൂയ, എല്ലാം ഒരുമാതിരി സ്തോത്രം ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നുണ്ട്. എന്നാൽ ഉള്ളം തുറന്നു സ്തോത്രം പറയാൻ കഴിയാതെ കുടുംബത്തിനകത്ത് നേരിട്ടിരിക്കുന്ന ചില പൈശാചികമായ ആധിപത്യങ്ങൾ നിമിത്തം ഞരങ്ങുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ വിഷണ്ണ മനസ്സുകളെ ദൈവം ഇന്ന് കണ്ടുകൊണ്ട് വിളിച്ചു പറയുക. ആ വിഷണ്ണ മനസ്സിനെ മാറ്റാൻ സ്തുതി എന്ന മേലാണ് ദൈവം തരികയാണ്. ചില വിഷണ്ണ മനസ്സുകൾ മാറട്ടെ. സ്തോത്രം. വിഷണ്ണ മനസ്സെന്ന് പറയുന്നത് ഒരു ഈവിൾ സ്പിരിറ്റാ. ഹല്ലേലൂയ. സ്റ്റക്കായി നിൽക്കുന്നത് പോലെ ദൈവത്തെ ആരാധിക്കാനോ സ്തോത്രം പറയാനോ ദൈവത്തിനു വേണ്ടി ജീവനോടെ നേരെ നിൽക്കാനോ കഴിയാതെ നേരെ നിന്ന പലതിനെ ബലഹീനരാക്കി പുറകോട്ട് മാറ്റുന്ന ആ ഈവിൾ സ്പിരിറ്റിൻ്റെ മേൽ സ്തുതി എന്ന മേലാട പകരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. രക്തത്താൽ ജയം. ചിലരുടെ ചുറ്റലുകൾ തീരാൻ പോകുന്ന ദൈവാത്മാവ് ആലോചന പറയുന്നു. ഇതിന് വിമോചനമില്ല, ഞാൻ ഇവിടം കൊണ്ട് ചുറ്റിത്തീരും എന്ന് വിധിച്ച ചില മണ്ഡലങ്ങളെ ദൈവാത്മാവ് കണ്ടുകൊണ്ട് വിളിച്ചു പറയുകയാണ്. അതിന് ദൈവം സ്റ്റോപ്പ് കൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചിലതിനെ ദൈവം നിർത്തുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നത് പോലെ ചില യുദ്ധങ്ങളെ അദൃശ്യ മേഖലയിൽ നിന്ന് ചില കുടുംബങ്ങൾക്കെതിരെ, തലമുറകൾക്കെതിരെ പിശാച് പ്രഖ്യാപിച്ച ആ യുദ്ധത്തെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. ദൈവം അത് നിർത്തൽ ചെയ്യുകയാണ്. ജീസസ്. ജീസസ്. വിളിക്കുന്നതിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു,
ചിലര് ഉറക്കെ പറയണം, എനിക്കുള്ളതിനെ ഞാൻ വിട്ടുതരത്തില്ല, എനിക്കുള്ളത് ദൈവത്തിന്റെ വകയാ, യാദൃച്ഛിയാ ഉണ്ടായതല്ല, എന്റെ തലമുറ വാഗ്ദത്ത സന്തതിയാ, അതിന്റെ മേൽ ആധിപത്യം ദൈവത്തിനാ. സ്തോത്രം. തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം ദൈവം തരുന്ന പ്രതിഫലം. നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കാൻ വെജിറ്റബിൾ ഗാർഡൻസ് ആക്കി മാറ്റുന്നത് പോലെ ഉപദേശത്തിന്റെ ഐക്യതയിൽ നിന്ന് ചില കുടുംബങ്ങളുടെ അകത്ത് കൂട്ടുകൃഷി നടത്തുന്നത് പോലെ ഹാലേലൂയ ചിലതിനെ തെറ്റിച്ച് നടത്തുവാൻ പിശാചിട്ടിരിക്കുന്ന ചില കെണികൾ, അവൻ്റെ പിൻവാതിലൂടെ ഇട്ടിരിക്കുന്ന അവൻ്റെ ചില പ്രവൃത്തികൾ ദൈവാത്മാവ് കണ്ടിട്ട് പറയുക, നീതിമാന്മാർ നീതികേടിലേക്ക് തിരിയാതെ ഇരിക്കേണ്ടതിന് ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ഇരിക്കുകയില്ല. അല്പകാലം അവനെ നിനക്ക് നഷ്ടപ്പെട്ടാലും സദാകാലം നഷ്ടപ്പെടുകയില്ല. ഹല്ലേലൂയ. സദാകാലം എനിക്കും നിനക്കും പ്രയോജനമുള്ളവനായി തീരേണ്ടതിനാണ് എന്ന് ഫിലോമോനെ കുറിച്ച് പറഞ്ഞതുപോലെ ചില തലമുറയുടെ മേൽ അരുതാത്ത കൺട്രോളുകൾ, അരുതാത്ത നിയന്ത്രണങ്ങൾ തത്വജ്ഞാനം കൊണ്ട് ആത്മികത്തോട് ദൈവദാസന്മാരോട് ദൈവവചനത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന ചിലതിന് ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ സന്ദർശനത്താൽ മുഖം തിരിക്കാൻ ദൈവാത്മാവ് ആലോചന പറയുകയാണ്. ദൈവത്തിങ്കലേക്ക് ചിലത് മുഖം തിരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സന്ദർഭങ്ങൾ. ഹല്ലേലൂയ. ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ ദൈവം ബലം നിയമിച്ചിരിക്കുകയാണ്. നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. എപ്പോഴാണ് ഈ അധികാരം നമ്മിലൂടെ പുറത്തു വരുന്നത്? ശിശുഹൃദയത്തോടുകൂടെ നിഷ്കളങ്കതയിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മൾ പറയുന്നത് ദൈവം ചെയ്യുവാനിടയാകും. ഒരു ദൂതൂടെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് വരികയാ. നഷ്ടപ്പെട്ട ചിലതിനെ ദൈവം മടക്കി വരുത്തുമെന്ന് ദൈവാത്മാവ് ആലോചന പറയും. നഷ്ടപ്പെട്ട ചിലതിനെ പോകാൻ വഴിയില്ല. ഹല്ലേലൂയ. വഴി വേണ്ടെന്നേ, വഴി അറിയാവുന്നവൻ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അമാലേക്യർ അപഹരിച്ചു കൊണ്ടുപോയതിന്റെ മുൻപിൽ വഴിയറിയാതെ ഭാരപ്പെടുന്ന ദാവീദിനു വേണ്ടി അമാലേക്യർ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരുവനെ ദൈവം സൂക്ഷിച്ചു വെച്ചിരുന്നു. ഒരിക്കലും കാണാത്ത ഒരുവനെ ദൈവം കണക്ട് ചെയ്യുക. എന്തിനാണെന്നറിയാമോ? നഷ്ടപ്പെട്ടതിൻ്റെ അഴിയിലേക്ക് വഴി കാണിക്കാൻ. ഒരിക്കലും തിരികെ പ്രാപിക്കാൻ കഴിയില്ല എന്നുള്ള നിലയിൽ അമാലേക്യർ അപഹരിച്ചു കൊണ്ടുപോയത് മുഴുവൻ ദാവീദ് മടക്കിക്കൊണ്ടുവന്നതുപോലെ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ചില കുടുംബങ്ങളിലേക്ക് നഷ്ടപ്പെട്ട ചിലതിൻ്റെ പട്ടിക നിരത്തി വിലപിക്കുന്ന അവസ്ഥകളെ മാറ്റി വിലാപത്തെ നൃത്തമാക്കുന്ന, രക്തശിശു സന്തോഷം ഉടുപ്പിക്കുന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. പിശാചിന്റെ പ്രവൃത്തികൾ എന്തെല്ലാമാണ്? ഒന്ന്, വെളിപ്പാട് 12:7. നമ്മുടെ സഹോദരന്മാരെ രാപകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദി. പിശാചിന്റെ ഒരു പ്രവൃത്തിയാണ് ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നെന്ത് ചെയ്യുകയാണ്? കുറ്റം ചുമത്തുകയാണ്. ഇപ്പോഴും പിശാചിന് സ്വർഗത്തിൽ ചെല്ലാൻ അനുവാദമുണ്ട്. അതുകൊണ്ടാണ് യോബിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത്, സ്വർഗം പോലും തൃക്കണ്ണിന് എന്തല്ല? നിർമ്മലമല്ല. ഇദ്ദേഹം ചെല്ലുന്നത് ഒന്നും നിർമ്മലം അല്ല. സ്വർഗം പോലും തൃക്കണ്ണിന് നിർമ്മലമല്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. പക്ഷപാതം ചെയ്യുമ്പോൾ കർത്താവിന് നമ്മെക്കുറിച്ച് ന്യായീകരിക്കാൻ കഴിയണമെങ്കിൽ, പക്ഷപാതം ചെയ്യാൻ കഴിയണമെങ്കിൽ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷി നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷി. ദൈവത്തിൻ്റെ മുൻപിൽ മാത്രം പോരാ, മനുഷ്യൻ്റെ മുൻപിലും കുറ്റമറ്റ മനസാക്ഷി ഉണ്ടായിരിക്കണം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ പിശാച് പറയും, കർത്താവേ, അവൻ പറയുന്ന ആ കാര്യം നീ ചെയ്തു കൊടുക്കരുത്, കാരണം നിന്റെ വചനത്തിൽ ഇന്ന കാര്യം അവൻ ലംഘിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മെക്കുറിച്ച് പിശാച് അവിടെ അവകാശവാദം ഉന്നയിക്കാതിരിക്കണമെങ്കിൽ സ്തോത്രം, യേശുവിൻ്റെ രക്തത്താൽ നാം ശുദ്ധീകരണം പ്രാപിക്കുവാനിടയാകണം. ഹല്ലേലൂയ. നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കും.
പക്ഷെ ഒരു കാര്യം ചെയ്യണം, എവിടാണോ തെറ്റുപറ്റിയത് അത് കർത്താവിനോട് ചൂണ്ടിക്കാണിക്കുവാനിടയാകണം. ഭക്തൻ ഇങ്ങനെ പാടി, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ എന്ത് ചെയ്യണമേ, ശുദ്ധീകരിക്കണമേ. അവ എൻ്റെ മേൽ എന്ത് ചെയ്യരുത്. അങ്ങനെയാണേ അറിഞ്ഞ് ഏറ്റുപറഞ്ഞ പാപം മാത്രമല്ല, ഏതെങ്കിലും കാര്യങ്ങൾ മറഞ്ഞു കിടപ്പുണ്ടെങ്കിൽ കർത്താവേ അതെൻ്റെ മേൽ കർത്തൃത്വം നടത്താൻ പാടില്ല. ഹല്ലേലൂയ. ഞാൻ അറിഞ്ഞുകൊണ്ടും അറിവില്ലാതെയും ചെയ്തിട്ടുള്ള പാപത്തെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാച് വാദിച്ച് തർക്കിച്ചു. എന്തായിരിക്കാം വാദിച്ച് തർക്കിക്കാൻ കാരണം? ദേഷ്യം കയറി ഒറ്റയടിക്ക് ഒരുവനെ മണ്ണിൽ അടിച്ച് കുഴിച്ചെന്ത് ചെയ്തവനാ, ഇട്ടവനാ. പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞ സ്ഥാനത്ത് പാറ ഇവൻ എന്ത് ചെയ്തവനാ, അടിച്ചവനാ. മോശയുടെ ശരീരത്തെക്കുറിച്ച് നമ്മുടെ പരാജയം പറഞ്ഞ് പിശാച് ദൈവസന്നിധിയിൽ വാദിക്കുമ്പോൾ കർത്താവിന് പറയാൻ കഴിയണം, അവൻ ആ കാര്യം എന്നോട് പറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ചവനാ. സ്തോത്രം പറയാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരത്തില്ല. ലോകത്തിൽ ആരെയും നമുക്ക് മറയ്ക്കാൻ പറ്റും, ദൈവത്തെ നമുക്ക് മറയ്ക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുൻപിൽ കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവരായിരിക്കണം. മറഞ്ഞു കിടക്കുന്ന പാപങ്ങൾ ഒന്നും നമ്മിൽ കാണാൻ പാടില്ല. ഹല്ലേലൂയ. അങ്ങനെ നാം നീതീകരിക്കപ്പെട്ടവരായി മാറുവാനിടയാണ്. നമ്മുടെ ദൈവം വിശ്വസ്തനാ 3 കാര്യത്തിൽ. 1, സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ വിശ്വസ്തൻ. 2, കഴിയുന്നതിനും ഇതേ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നമുക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കി തരാൻ ദൈവം വിശ്വസ്തൻ. നമുക്ക് എത്രമാത്രം സഹിക്കാൻ കഴിയും, വഹിക്കാൻ കഴിയും എന്ന് കർത്താവിനറിയാം. അതിന് മീതെ നേരിടാൻ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. അതിനെ നീക്കുപോക്ക് തരാൻ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ നമ്മളെ കാക്കാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. ഇത്ര വിശ്വസ്തനായ ദൈവം നമുക്കുള്ളപ്പോൾ കർത്താവെ, നീ അറിയാത്ത ഒരു വാക്കും എൻ്റെ ഹൃദയത്തിലില്ല, എൻ്റെ അധരത്തിലില്ല. ദൈവമേ, നീ എന്നെ പരീക്ഷിച്ചു, പരിശോധിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല എന്ന് പറയുന്ന ഭക്തന്മാരോട് ഞാൻ പറയട്ടെ, അങ്ങനെയുള്ളവർക്കുള്ള വിധി വരുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നാണ്. ഹല്ലേലൂയ. ഏതെങ്കിലും വിഷയം ഡിലേ ആകുന്നെങ്കിൽ, സ്തോത്രം, മറഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും തെറ്റോ കുറ്റമോ ഹല്ലേലൂയ ജീവിതത്തിൽ വന്നിട്ട് അത് മറയപ്പെട്ട് കിടക്കുകയാ, പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് ഓർപ്പിച്ചിട്ടും അതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ അതിനെ താലോലിക്കുന്ന രഹസ്യ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ശുദ്ധീകരണം പ്രാപിക്കുവാനിടയാകണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ വീഴ്ചയിൽ സന്തോഷിക്കുന്ന, ബൈബിൾ പറയുന്നു, അനീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, സന്തോഷിക്കരുത്, സത്യത്തിൽ സന്തോഷിക്കുന്നവരാകണം. സ്തോത്രം. പിശാച് നമ്മളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മെ നീതീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ നാളുകളിൽ പലരെയും വേട്ടയാടുന്ന ഒരു കാര്യമാണ് കുറ്റബോധം. പിശാച് പറയും, നിന്റെ ഈ തെറ്റും കുറ്റമൊന്നും അങ്ങനൊന്നും ദൈവം എന്ത് ചെയ്യത്തില്ല, ക്ഷമിക്കത്തില്ല. എന്നാൽ ഒരു കാര്യം ഓർത്തോ, ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അത് പിന്നീട് ഓർക്കുന്നവനല്ല, കൂടെ ഓർക്കുന്നവനല്ല. സമുദ്രത്തിൻ്റെ അഗാധ ഗർത്തത്തിൽ ഞാൻ നിങ്ങളുടെ പാപത്തെ ഇട്ടുകളഞ്ഞിരിക്കുന്നത് വായിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പാപം സംഭവിച്ചാലും ഹല്ലേലൂയ, മനുഷ്യർ മറക്കത്തില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം മറക്കുന്നവനാണ്. സ്തോത്രം. സ്നേഹവാനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കുണ്ട്. നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറയുമ്പോൾ കർത്താവ് അതിൽ നിന്ന് വിമോചനം നമുക്ക് തരികയാണ്. സ്തോത്രം. കുറ്റം ചുമത്തുവാൻ നിൽക്കുന്ന പ്രതിയോഗിയുടെ മുൻപിൽ നമ്മെ നീതീകരിക്കുന്നവനാ ദൈവം. സ്തോത്രം. ദൈവത്തിൻ്റെ ദാസനായ മഹാപുരോഹിതനായ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്നപ്പോൾ സാത്താൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് ഭക്തന് ദൈവം കാണിച്ചു കൊടുക്കുക. എന്തിനാ നിൽക്കുന്നത്? ഹല്ലേലൂയ. അവനെ കുറ്റം ചുമത്താൻ, അവൻ്റെ പോരായ്മ ചൂണ്ടിക്കാണിക്കാൻ. എന്നാൽ അവൻ പറയുന്നതിന് മുൻപേ, സ്തോത്രം, ഭക്തൻ്റെ ഹൃദയത്തെ ദൈവം അറിയുകയാണ്. കുറ്റം ചുമത്താൻ പ്രതിയോഗി നിൽക്കുമ്പോൾ യഹോവയായ ദൈവം പറയുക, സാത്താനെ സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുകയാണ്.
സ്തോത്രം. നീ അവൻ്റെ വസ്ത്രത്തിൻ്റെ പോരായ്മ ചൂണ്ടിക്കാണിക്കാനല്ല നിൽക്കുന്നത്. എന്നാൽ ഞാനൊരു കാര്യം പറയുക, അവൻ കരിക്കട്ടയായി തീരേണ്ടവനാ, ഞാൻ അവനെ തീയിൽ നിന്ന് വലിച്ചെടുത്തൊരു കൊള്ളിയാ. നമ്മുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് നമ്മൾ അയോഗ്യരാണെന്ന് വിധിക്കാൻ നിൽക്കുന്ന പ്രതിയോഗിയുടെ മുൻപിൽ നമ്മെ നീതീകരിക്കുന്നവൻ നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? നിന്റെ കുറവുകൾ, നിന്റെ കുറ്റങ്ങൾ അതിനെ ചൂണ്ടിക്കാണിച്ച് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ ആത്മീയ ജീവിതത്തെ ഒടുക്കിക്കളയത്തക്ക നിലയിൽ പ്രതിയോഗി എഴുതിയിരിക്കുന്ന അന്യായ രേഖയെ കാൽവറിയിൽ ചൊരിഞ്ഞ ആ പുണ്യാക രക്തത്താൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായി എഴുതിയ രേഖയെ അവൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ സഹോദരന്മാരെ രാപകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന പിശാചെന്ന് പറയുന്ന പ്രതിയോഗിയെ ദൈവം തള്ളിയിട്ട് കളഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. മാനുഷികമായിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് ഇതിനെ നമുക്ക് ജയിക്കാൻ കഴിയില്ല. അതിനാവശ്യം സ്വർഗീയമായ ആയുധങ്ങളാണ്. പരിശുദ്ധാത്മാവിനാൽ പ്രാപിക്കുന്ന ആയുധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് നമുക്ക് ജയിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. പിശാചിൻ്റെ രണ്ടാമത്തെ പ്രവൃത്തി മാനസികമായ തെറ്റിപ്പിക്കലുകളിലേക്ക് വ്യക്തികളെ നയിക്കുക എന്നുള്ളതാണ്. സാത്താൻ വീണ്ടും എഴുന്നേറ്റു. ഇസ്രായേലിനെ എണ്ണുക എന്ന് ദാവീദിൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? തോന്നിച്ചു. മാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണോ: യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ സാത്താൻ യൂദായുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? തോന്നിച്ചു. അപ്പൊ തോന്നലുകൾ ഉണ്ടാക്കുക. തോന്നലുകൾ. നമ്മുടെ ചിന്താ മണ്ഡലം ദൈവസന്നിധിയിൽ എപ്പോഴും വിശുദ്ധമായിരിക്കണം. നിങ്ങൾ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ എന്ത് ചെയ്യണം? ചിന്തിക്കണം. നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ചിന്ത ദൈവത്തിൽ നിന്നാണോ അതോ മറ്റെവിടെ നിന്നെങ്കിലും ആണോ എന്ന സ്ക്രീൻ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. ഞാൻ വിശുദ്ധനാകയാൽ എൻ്റെ ചിന്തയെല്ലാം വിശുദ്ധമായിരിക്കുമെന്നല്ല, സങ്കല്പങ്ങൾ കൊണ്ടും വിചാരങ്ങൾ കൊണ്ടും നമ്മുടെ അകത്തെ മനുഷ്യനെ തടവറയിലാക്കാൻ പിശാച് കോട്ടകൾ കെട്ടും. നമ്മുടെ ചിന്തകളെ ദൈവാത്മാവിനാൽ കൺട്രോൾ ചെയ്യുവാനിടയാകണം. എന്താണ് അവിടെ പറയുന്നത്? സ്തോത്രം. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളയുകയാണ്. എന്തിടിച്ചു കളയണം? ദൈവത്തിനും ദൈവത്തിൻ്റെ വചനത്തിനും ചേരാത്തതായ ചിന്തകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇടിക്കുവാനിടയാകണം. ഹല്ലേലൂയ. സ്തോത്രം. ചിലരുടെ ചിന്താമണ്ഡലത്തെ കവർന്നെടുത്തിട്ട് തെറ്റായ കാര്യങ്ങളിലേക്ക് ദൈവത്തോട് ആലോചന ചോദിക്കേണ്ട വിഷയങ്ങൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെ വണ്ണം ദ്രുതഗതിയിൽ ഇരുന്നപാടെ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് പോലെ ചിലരെ പെട്ടെന്ന് ചില തീരുമാനങ്ങളിലേക്ക് എടുപ്പിച്ച് വഴിതെറ്റിക്കുവാൻ, ചിന്താമണ്ഡലത്തെ കർത്തൃത്വം നടത്തുവാൻ പിശാച് കടന്നു വരുമ്പോൾ ആ ചിന്തകളെ ദൈവാത്മാവിനാൽ കൺട്രോൾ ചെയ്യുവാനിടയാകണം. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും ഇതിനകത്ത്? ഹല്ലേലൂയ. ഇമാജിൻ ചെയ്യുകയാണ്. സ്വപ്നമൊക്കെ കാണുന്നത് നല്ലതാണെങ്കിലും തെറ്റായ കാര്യങ്ങൾ സ്വപ്നം കാണാൻ പാടില്ല. ഹല്ലേലൂയ. അതിൻ്റെ പിറകിൽ വ്യാപരിക്കുന്നത് മറ്റൊരാത്മാവാണ്. രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. യൂദ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, ഇവരും സ്വപ്നാവസ്ഥയിലായി എന്നാണ് വായിക്കുന്നത്. തെറ്റായ കാര്യങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവന്ന് സ്തോത്രം സംശയങ്ങളും ദുരാലോചനകളും തെറ്റിദ്ധാരണകളും മനുഷ്യ മനസ്സുകളിലേക്ക് കൊണ്ടുവന്ന് മനുഷ്യൻ്റെ ആത്മാവിനെ തടവറയിലാക്കാൻ പിശാച് ശ്രമിക്കുമ്പോൾ സ്തോത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്കതിനെ ഇടിക്കാൻ ദൈവം അധികാരം തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തെ കലക്കാൻ പിശാച് ശ്രമിക്കും. വചനം പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ.
നമ്മൾ കേൾക്കുന്ന എല്ലാ കാര്യവും ശരിയല്ല, പാതി ശരിയാകാം, എന്നാൽ ശരി ദൈവം പറഞ്ഞ കാര്യം മാത്രമാണ്. ദൈവം പറഞ്ഞ ആലോചനയ്ക്ക് വിരുദ്ധമായി യാക്കോബിൻ്റെ കാതുകളിൽ കേട്ടത്, സ്തോത്രം, യോസഫില്ല, ശിമിയോനില്ല, ബെന്യാമിനെ നിങ്ങൾ കൊണ്ടുപോകും, സകലതും എനിക്ക് പ്രതികൂലം. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത് എന്താ? ഹല്ലേലൂയ, ഇത് യോസഫിൻ്റെ എൻ്റെ മകൻ യോസഫിൻ്റെ വസ്ത്രമാ, അവനെ ദുഷ്ടമൃഗം പറിച്ചു കീറിക്കളഞ്ഞു എന്നപ്പൻ വിലപിക്കുകയാണ്. ഹല്ലേലൂയ. സത്യവും നുണയും കൂടെ കൂട്ടിക്കലർത്തി അവൻ്റെ കാതുകളിൽ കേട്ടപ്പോൾ അവൻ അന്ധമായി അതിനെ വിശ്വസിച്ച് ചില നിഗമനങ്ങളിലെത്തുക. ഹല്ലേലൂയ, ഇതെൻ്റെ മകൻ യോസഫിൻ്റെ വസ്ത്രമാ, അവനെ ദുഷ്ടമൃഗം കീറിക്കളഞ്ഞു. എന്നാൽ ഞാനൊരു ദൂത് പറയുക, അല്ലയോ യാക്കോബേ, നിന്നോട് ദൈവം പറഞ്ഞിട്ടില്ലേ, യോസഫ് മുഖാന്തരം പറഞ്ഞിട്ടില്ലേ, നിൻ്റെ മകൻ യോസഫ് ഹല്ലേലൂയ ഉയരുമെന്നും അവൻ അരിയപ്പെട്ടാലും തകരില്ലെന്നും, അവനെ നീ അവന് കൊടുത്ത ദർശനത്തിൻ്റെ സാക്ഷാത്കാരം നിന്നെ അവൻ്റെ മുൻപിൽ കൊണ്ടുപോയി നീ അവനെ വന്ദിക്കേണ്ടി വരുമെന്നും നിന്നോട് ദൈവം ദൂത് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞത് ദൈവമാണെങ്കിൽ അതിന് വിരുദ്ധമായ കാര്യങ്ങൾ നിന്റെ ചിന്താമണ്ഡലത്തിൽ കൊണ്ടുവന്ന് തെറ്റായ നിഗമനങ്ങളിൽ രക്തത്താൽ ജയം, അവിവേക പ്രവൃത്തികൾ ചെയ്യത്തക്ക നിലയിൽ, സ്തോത്രം, അവിവേക പ്രവൃത്തികൾ ചെയ്യത്തക്ക നിലയിൽ ചിന്താമണ്ഡലത്തെ പിശാച് കൺട്രോൾ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിൻ്റെ ഉറവകൾ എവിടെ നിന്നാണെന്ന് തിരിച്ചറിയുവാനിടയാകണം. സ്തോത്രം. എത്ര വലിയ ഭക്തനാണെങ്കിലും ആകുലതകൾക്ക് അടിമപ്പെട്ടാൽ വ്യക്തിയുടെ അധരത്തിൽ നിന്ന് അവിവേകത്തിൻ്റെ വാക്ക് വരും. ഏലിയാവ് കർമ്മേൽ കൊടുമുടിയുടെ മുകളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ദൈവത്താണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴ എന്ത് ചെയ്യത്തില്ല, ഉണ്ടാകില്ല. ദൈവം പറഞ്ഞെടുത്ത് പോയി അവൻ ഇരുന്നവനാ, ദൈവത്താൽ പോഷിപ്പിക്കപ്പെട്ടവനാ. മരണത്തിലേക്ക് നീങ്ങിയ വിധവയുടെ കുടുംബത്തെ ജീവങ്കിലേക്ക് നയിക്കാൻ ദൈവം ഉപയോഗിച്ചവനാ. സ്തോത്രം. ഒറ്റയ്ക്ക് നിന്ന് ദൈവത്തിനു വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തവനാ. എന്നാൽ ഒരു സ്ത്രീ ആളയച്ച് പറയുക, അധികാരമുള്ളവളാ, ഇതുവരെ ദൈവത്തെ വലുതായി കണ്ടവൻ, ഹല്ലേലൂയ, ഭയം അകത്തേക്ക് കയറിയിട്ട് ബേർശബയ്ക്കുൾപ്പെട്ടതായ ആ മരുഭൂമിയിലേക്ക് കടന്നു എന്ന് ബാല്യക്കാരനെ അവിടെ ഇരുത്തി അവൻ പറയുന്ന പദമെന്താ? മതി കർത്താവേ, മതി, എൻ്റെ പ്രാണനെ നീ അങ്ങ് എടുത്തുകൊള്ളണം. സ്തോത്രം. ഏലിയാവേ, നിന്റെ ശുശ്രൂഷ ഇവിടം കൊണ്ട് തീരുമെന്നാണോ ദൈവം പറഞ്ഞിരിക്കുന്നത്? അല്ല, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. നിരാശ ചില മനസ്സിലേക്ക് കയറി വന്നിട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം പ്രാപിക്കുവാൻ കഴിയാതെ ചിന്താമണ്ഡലത്തിൽ പിശാച് പ്രവർത്തിച്ച് എന്താണോ ചിന്തിക്കുന്നത് അത് അവിവേക പ്രവൃത്തിയായി ചിലരുടെ പുറത്തു കൊണ്ടുവരുവാൻ പിശാച് ശ്രമിക്കുന്ന ദൈവാത്മാവ് കാണുകയാണ്. അവിവേക പ്രവൃത്തികൾ ചെയ്യുന്നതിന് മുൻപേ ദൈവാത്മാവ് തടയിടുവാൻ പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് വേണം ഇറങ്ങുവാൻ. ഹല്ലേലൂയ. ഇറങ്ങുന്നതിന് മുൻപേ, പ്രവർത്തിക്കുന്നതിന് മുൻപേ, പ്രാക്ടീസ് ചെയ്യുന്നതിന് മുൻപേ വിളിച്ച ദൈവത്തോട് ചോദിക്കണം, അപ്പാ, ഈ വഴിക്ക് ഞാൻ പോകണമോ? സ്തോത്രം. ഈ വാക്കിൻ്റെ മുൻപിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ദൈവം തരുന്ന ഒരു ഉറപ്പ് ഞാൻ പറയാം. ഇന്നലകളിൽ ആഹാബ് നോക്കിയിട്ട് നിന്നെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല, പിന്നാണോ ഇസബേലിനെ നിന്നെ തൊടാൻ കഴിയുന്നത്? സ്തോത്രം. ആശങ്കകൾ ചില ഹൃദയത്തിലേക്ക് വിതച്ച്, ഇതുവരെ ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിന് വേണ്ടി നിന്നു, എനിക്കിനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള ചിന്താ കുഴപ്പങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഹല്ലേലൂയ, മരിക്കണം മരിക്കണം എന്നുള്ളതായ ചിന്ത ഏലിയാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് അധരത്തിലൂടെ പുറത്തു വന്ന് അത് പ്രാവർത്തികമാക്കാൻ അവൻ ശ്രമിക്കുമ്പോൾ ഇന്നലകളിൽ ദൈവത്തെ സേവിച്ചവനെ ദൈവം അനാഥനായി വിടുകയല്ല. ഒറ്റപ്പെടുത്തലിൻ്റെ തുരുത്തിൽ, കുറ്റപ്പെടുത്തലിൻ്റെ തുരുത്തിൽ അകപ്പെട്ടവനെ രക്ഷിക്കാൻ ആ മുള്ളു ചവിട്ടിക്കൊണ്ട് ദൈവം തന്നെ ദൂതനെ അയക്കുകയാ. ഏലിയാവേ, നിന്നെ ഞാൻ കൈവിടുന്ന ദൈവമല്ല, നിന്നെ ഉപേക്ഷിക്കുന്നവനല്ല, ഇസബേലിന്റെ മുൻപിൽ ഞാൻ നിന്നെ വിട്ടുകൊടുക്കുന്നവനല്ല. ഹല്ലേലൂയ, ജീസസ്. ചില നാളുകൾക്ക് മുന്നേ ഒരു കർത്തൃദാസൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, 30 വർഷമായിട്ട് ഞാൻ നിന്നെ സേവിക്കുക,
അങ്ങനെ മറന്നോ? ദൈവം കൊടുത്തൊരു മറുപടി, കേവലം 3 ദിവസം മരുഭൂമിയിലായിരുന്ന പുരുഷാരത്തെ ഞാൻ മറക്കാതെ പ്രവർത്തിച്ചെങ്കിൽ 30 വർഷമായി വിശ്വസ്തയോടെ എന്നെ സേവിക്കുന്ന നിന്നെ ഞാൻ മറക്കുന്നവനല്ല. ചിലപ്പോൾ നമ്മുടെ ചിന്താക്കുഴപ്പം അതായിരിക്കാം, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കുന്നില്ല, ദൈവം എന്നെ കൈവിട്ടിരിക്കുക. പകൽ സമയത്ത് വിളിക്കുന്നു, ഉത്തരമരുളുന്നില്ല. രാത്രി സമയത്ത് ഞാൻ വിളിക്കുന്നു, എനിക്കൊട്ടും മൗനതയില്ല, ദൈവം എന്നെ കൈവിട്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ദാസനായ ദാവീദിനും അങ്ങനെ ഒരു ചിന്തയുണ്ടായി. ഫെലിസ്ത്യരുടെ ദേശത്തേക്ക് ഓടിപ്പോകുകയല്ലാതെ എനിക്ക് വേറെ നിവർത്തിയില്ല, എൻ്റെ നിവർത്തികേട് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് പറയത്തക്ക നിലയിൽ സമ്മർദ്ദ തന്ത്രങ്ങൾ പിശാച് ഒരുക്കുമ്പോൾ ആ സമ്മർദ്ദ തന്ത്രത്തിൻ്റെ മേൽ ജയമുണ്ടെന്ന് ദൈവാത്മാവ് വിളിച്ചു പറയുന്നത്. ചില മൈൻഡുകളെ സമ്മർദ്ദത്തിലാക്കി ചെയ്യരുതാത്ത ചില കാര്യങ്ങൾ അവിവേക പ്രവൃത്തിയായി ചെയ്യിക്കുവാൻ പിശാച് കോട്ടകൾ കെട്ടുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചില മൈൻഡുകളെ ദൈവം ശുദ്ധീകരിക്കുകയാണ്. നീ ചഞ്ചലചിത്തനാകേണ്ട, നീ അവിവേക പ്രവൃത്തി ചെയ്യേണ്ട. നിന്റെ മുൻപിൽ എരിഹോ നിൽക്കട്ടെ, നിന്റെ മുൻപിൽ സ്തോത്രം യോർദാൻ നിൽക്കട്ടെ. ഇത് ഫേസ് ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല എന്ന് പറയുമ്പോൾ ദൈവം പറയുകയാ, ഇത് നിന്നെ കൊണ്ട് തന്നെ അഭിമുഖീകരിച്ച് നീ അതിനുമേൽ ജയം പ്രാപിക്കുവാൻ പോവുകയാണ്. എന്നോട് പറയാ, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. പ്രാർത്ഥനയുടെ രൂപം ദൈവം ത്യജിച്ചാലും സാരം ദൈവം ഉൾക്കൊള്ളുവാനിടയാകും. ചിലപ്പോൾ ദൈവത്തോട് പറയും, ദൈവമേ ഇത് നേരിടാനുള്ള ശക്തി എനിക്കില്ല, ഹല്ലേലൂയ, ഇതൊന്ന് മാറ്റിത്തരണമേ എന്ന് പറയുമ്പോൾ ഗതസമനയുടെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. കർത്താവ് പറയും, അത് മാറിപ്പോകുകയല്ല, നീ അതിനെ അഭിമുഖീകരിക്കുന്നതാണ് എൻ്റെ പദ്ധതി. നീ അതിനെ അഭിമുഖീകരിക്കാൻ നിൻ്റെ മനസ്സിനെ സജ്ജമാക്ക, നിന്നെ ശക്തീകരിക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കും. ഹല്ലേലൂയ. ഒഴിഞ്ഞു പോകണമെന്ന് ചിന്തിക്കുന്ന ചിലത് ഒഴിഞ്ഞു പോകുകയല്ല, സ്തോത്രം പരാജയപ്പെടുകയുമല്ല. ഒഴിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിച്ചവരോട് ദൈവാത്മാവ് പറയുന്നു, നീ തന്നെ അതിനെ ഫേസ് ചെയ്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ പോവുകയാണ്. ദൈവം ചെയ്യാൻ പോകുന്ന ചില പ്രവൃത്തി, സ്തോത്രം, ആവർത്തിച്ച് വചനത്തിൽ യോശുവയോട് പറയുന്നൊരു പദപ്രയോഗമുണ്ട്. ആകയാൽ നീ നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. യോശുവയുടെ പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്ന നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. യോവേൽ പ്രവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദുർബലൻ ഇനിയും ദുർബലൻ എന്ന് പറയരുത്, വീരനെന്ന് മതിക്കട്ടെ. ഞാൻ ദുർബലനാണെന്ന് എന്ത് ചെയ്യരുത്, പറയരുത്. നമ്മൾ ദുർബലരാണെങ്കിലും ശക്തനായൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനം 11 ഇങ്ങനെ വായിക്കുന്നുണ്ട്, തൻ്റെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. നേരെ നിൽക്കാൻ കഴിയാതെ വണ്ണം ചായത്തക്ക നിലയിൽ, ചരിയത്തക്ക നിലയിൽ ഇടത്തോട്ട് മാറണോ വലത്തോട്ട് മാറണോ എന്ന് ചിന്താക്കുഴപ്പത്തിൽ വാകുന്ന വിഷയത്തിൻ്റെ മുൻപിൽ ദൈവം പറയുന്നു, നീ നേരെ നിൽക്കാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി ഞാൻ ഇറങ്ങി വരാൻ പോവുകയാണ്. ആകാശം ചായിച്ചിറങ്ങി വരുന്നത് പോലെ, തീങ്കൽ മെഴുകുരുകുന്നത് പോലെ, തീങ്കൽ ഹല്ലേലൂയ വെള്ളം തിളയ്ക്കുന്നത് പോലെ, ഹല്ലേലൂയ ഈ ഉപവാസ പ്രാർത്ഥനയിൽ സ്തോത്രം ചിലരുടെ മനസ്സുറയ്ക്കട്ടെ. ചിലരുടെ മനസ്സുറയ്ക്കാൻ ദൈവാത്മാവ് ആലോചന പറയുകയാണ്. സ്തോത്രം. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴിയിലൊക്കെയും അസ്ഥിരനാണ്, അവന് ദൈവത്തിങ്കിൽ നിന്ന് വലിയ കാര്യമൊന്നും പ്രാപിക്കാൻ കഴിയില്ല. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു. അപേക്ഷിച്ചത് എന്താണോ അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എന്താണോ ദൈവത്തോട് അപേക്ഷിച്ചത് അത് തന്നെ ഞാൻ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. മനസ്സിനെ സമ്മർദ്ദത്തിലാക്കി നിവർത്തികേടുകൊണ്ട് ഞാൻ ഈ വഴി തിരഞ്ഞെടുക്കേണ്ടി വന്നു എന്ന് സ്വയം പറയിക്കത്തക്ക നിലയിൽ ക്ലേശം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, അല്പസമയം കൂടെ നിങ്ങൾ പിടിച്ചു നിൽക്ക്. വാഗ്ദത്തത്തിന്റെ പടിക്കലാണ് നിങ്ങളായിരിക്കുന്നത്. വാഗ്ദത്തങ്ങൾ നിറവേറാൻ പോവുകയാണ്. വാഗ്ദത്തങ്ങൾ നിറവേറാൻ കാലം താമസിക്കുന്നു.
എന്ന് തോന്നുന്നത് കൊണ്ട് നീ ഇടത്തോട്ട് തിരിയണ്ട, നീ വലത്തോട്ട് തിരിയണ്ട. ഹല്ലേലൂയ. ലോക മനുഷ്യന്റെ പരിഹാര മാർഗം നീ തെരഞ്ഞെടുക്കേണ്ട. നിന്റെ പരിഹാരം ദൈവത്തിന്റെ സന്നിധിയിലാണ്. സ്തോത്രം. ഇത്തരം സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അസാധാരണമായ വിശ്വാസമുള്ളവർക്ക് ഇടത്തോട്ടും വലത്തോട്ടും തിരിയാതെ നേരെ നിൽക്കാൻ കഴിയത്തുള്ളൂ. ഒന്നുകൂടെ പറയുക, യെരിഹോവിനെതിരെ യോശുവ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാ. യോശുവ ചോദിക്കുന്നുണ്ട്, നീ ഞങ്ങളുടെ പക്ഷമാണോ അതോ ശത്രുവിൻ്റെ പക്ഷമാണോ? വന്നവൻ പറയുന്നത്, ഇത് രണ്ടുമല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നീ ശത്രുവിന്റെ പക്ഷത്തും ചേരേണ്ട, നീ ഒരു പക്ഷത്തും നിൽക്കേണ്ട. നീ ദൈവപക്ഷത്ത് നിന്നാൽ ദൈവം പറയുന്നു, നിനക്ക് തകർക്കാൻ കഴിയാത്ത യെരിഹോവിന്റെ മുൻപിൽ ഞാൻ നിനക്ക് വിജയം തരുവാൻ പോകുകയാണ്. സ്തോത്രം. മനസ്സ് പതറി. ഇതിനൊരു പരിഹാരം ഉണ്ടാകത്തില്ല. സ്തോത്രം. യെരിഹോ മതിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് പോലെ വാഗ്ദത്തങ്ങളുടെ പടിക്കൽ എത്തിയിരിക്കുക. അത് കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച പലതിനും വിടുതൽ കിട്ടിയെങ്കിലും ഈ വിഷയത്തിന് വിടുതലില്ല. അത് കാണുമെന്ന് തോന്നുന്നില്ല. ഇത് ഞാൻ തരണം ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഹല്ലേലൂയ. ഇടത്തോട്ട് തിരിഞ്ഞാൽ എന്താ, വലത്തോട്ട് തിരിഞ്ഞാൽ എന്താ, കുഞ്ഞമ്മ പറഞ്ഞ വഴി തിരഞ്ഞെടുത്താൽ എന്താ? കുഞ്ഞമ്മയും അന്നമ്മയും പറഞ്ഞ വഴി നീ തിരഞ്ഞെടുക്കേണ്ട. ദൈവം പറയുന്നു, നീ നേരെ നിൽക്ക്, ചഞ്ചല ചിത്തനാകാതെ. ഇടത്തോട്ട് തിരിയണ്ട, വലത്തോട്ട് തിരിയണ്ട. ഹല്ലേലൂയ. യേശുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. ആകാശത്തൂടെ മേഘാരൂഢനായി കടന്നു വരുന്ന ഒരു വ്യക്തിയും മഹത്വമെടുക്കാതെ വണ്ണം, ഒരു വ്യക്തിയും മഹത്വമെടുക്കാതെ വണ്ണം അത് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരങ്ങൾ ചില കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. ഒരു വ്യക്തിയും മഹത്വമെടുക്കാതെ വണ്ണം, ഒരു വ്യക്തിക്ക് മഹത്വം കൊടുക്കാതെ വണ്ണം, തന്റെ മഹത്വം ഒന്നിനും കൊടുക്കാത്ത ദൈവം ചിലരുടെ ലൈഫിൽ ജീസസ് അങ്ങോട്ടുള്ള കോളിനേക്കാൾ സ്തോത്രം വെയിറ്റ് ചെയ്യുക. ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടെന്ന് മനസ്സിലാക്കി. എന്നാൽ അങ്ങോട്ട് എത്ര മുട്ടിയിട്ടും തുറക്കാത്ത ചില വാതിൽ പുറത്തു നിന്ന് അകത്തേക്ക് തുറക്കുകയല്ല, അകത്ത് നിന്ന് നിന്റെ അരികിലേക്ക്, നീ നിൽക്കുന്ന ഇടത്തേക്ക് തേടി വരുന്ന ചില വാതിലുകൾ ഓപ്പൺ ആകുന്ന ദൈവാത്മാവ് പറയുന്നു, നിൽക്കുന്ന ഇടത്ത് നിൽക്ക്, നിർത്തിയ ഇടത്ത് നിൽക്ക്. സ്തോത്രം. പ്രാർത്ഥിക്കാനാണോ നിർത്തിയിരിക്കുന്നത്? ഉപവസിക്കാനാണോ നിർത്തിയിരിക്കുന്നത്? അവരും പറഞ്ഞും കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ, അലയാൻ സമയം കണ്ടെത്താതെ, ഹല്ലേലൂയ, സമയം ദൈവത്തിന് സ്പെൻഡ് ചെയ്യ്. ദൈവം പറയുന്നു, അകത്ത് നിന്ന് ചിലത് തുറക്കാൻ പോകുകയാണ്. എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ആവർത്തിച്ച് നോക്കിയിട്ടും അനക്കമില്ല, ചലനമില്ല. ഹല്ലേലൂയ. 3.5 വർഷമായി ഏലിയാവ് ശ്രമിച്ചിട്ടും ഹല്ലേലൂയ ദേശം സ്തംഭിച്ചിരിക്കുന്ന ആ ചില മേഖലകളെ സ്വർഗത്തിലെ ദൈവം കയ്യോളം വലിപ്പമുള്ള മേഘത്തെ മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ട് പ്രാർത്ഥിച്ച ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ മുൻപിൽ കയ്യോളം വലിപ്പമുള്ള മേഘം ആ കടലിൽ നിന്ന് പൊങ്ങിയതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ല്ല, നിന്റെ അരികിലേക്ക് ദൈവത്തിന്റെ ചില കരം വെളിപ്പെടുകയാണ്. പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കൂ. ദൈവം നിർത്തിയ ഇടത്ത് നിൽക്ക്. പ്രാർത്ഥിക്കാനാണ് ഈ ദിവസങ്ങൾ ദൈവം പറയുന്നത്. ഇസ്രായേലിൽ നീ മനം തിരിയുമെങ്കിൽ നീ അലഞ്ഞു നടക്കേണ്ടി വരത്തില്ല. നമ്മുടെ ടൈം ദൈവത്തിന് കൊടുത്താൽ സമയം പാഴായി പോയത് ദൈവം മടക്കി നൽകുവാനിടയാ. പച്ചപ്പുഴവും തുള്ളനും വെട്ടുക്കിളിയും തിന്നു ശേഷിപ്പിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞാൻ പകരം നൽകും. എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥന ചിലർക്ക് പകരം ലഭിക്കുന്ന ചില സന്ദർഭങ്ങളാണ്. നഷ്ടപ്പെട്ട ചില ടൈം, അവസരം നഷ്ടപ്പെട്ടു, ഇനി എനിക്ക് അവസരം ലഭിക്കത്തില്ല, എൻ്റെ ചാൻസ് ടൈം ഔട്ടായി എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന ചില പ്രിയപ്പെട്ടവരുടെ ദൈവാത്മ പറയുന്നു, നിനക്ക് ടൈം ഔട്ടായിട്ടുള്ളൂ, ദൈവത്തിന് ഔട്ടായിട്ടില്ല. ആകാശിന്റെ ഘടികാരത്തിൽ ഇറങ്ങിപ്പോയ ടൈമിനെ ദൈവം മടക്കി വരുത്തിയതുപോലെ സമയത്തിന് മേൽ അധികാരമുള്ളവൻ ജീസസ്.
ഹല്ലേലൂയ. പച്ചപ്പുഴവും തുള്ളനും വീട്ടിലും തിന്ന് ശേഷിപ്പിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഹല്ലേലൂയ. 90-ാം സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടി, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ക്ലേശം അനുഭവിച്ചതിന് തക്കവണ്ണം, ശത്രു അപഹരിച്ചതിന് തക്കവണ്ണം, നിന്ദിക്കപ്പെട്ടതിന് തക്കവണ്ണം, താഴ്ത്തപ്പെട്ടതിന് തക്കവണ്ണം, ചവിട്ടി താഴ്ത്തിയതിന് തക്കവണ്ണം ചിലരുടെ മുഖത്തെ ദൈവം ആദരിക്കാൻ പോവുകയാണ്. ദൈവം ആദരിക്കുന്നത് എങ്ങനെയാ? ഒരപ്പൻ തനിക്ക് ശുശ്രൂഷ ചെയ്ത മകനെ ആദരിക്കുന്നത് പോലെ ഇയ്യോബിന്റെ മുഖത്തെ ദൈവം ആദരിച്ചതുപോലെ ഇന്നലെ വരെ മക്കൾക്ക് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയായിരുന്നു. എന്നാൽ പരിശോധന കഴിഞ്ഞപ്പോൾ ഇയ്യോബ് സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർക്കും ദൈവം ഉദ്ധാരണം കൊടുക്കുന്ന, ശുശ്രൂഷയുടെ അതിരുകൾ വിശാലപ്പെടുത്തുന്ന ചില ആദരവുകൾ. ഹല്ലേലൂയ. നിന്ദിക്കപ്പെട്ടതിന് തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ആദരിക്കുന്നവനാണ്. ഞാൻ വേഗം മുൻപോട്ട് പോകട്ടെ. പിശാചിന്റെ മറ്റൊരു പ്രവൃത്തിയ വാഗ്ദത്ത സന്തതിയെ തടയുക എന്നുള്ളത്. വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ ഉൽപ്പത്തി പുസ്തകം മുതൽ ഭക്തന്മാരുടെ കുടുംബത്തിൽ വാഗ്ദത്ത സന്തതി ജനിക്കാതെ വണ്ണം പിശാച് തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് മുൻപോട്ട് കടന്നു വരുമ്പോൾ മെസൊപ്പൊത്താമിയയിൽ നിന്ന് ദൈവം വിളിച്ച് അബ്രഹാമിൻ്റെ കുടുംബത്തിൽ വാഗ്ദത്ത സന്തതി ജനിക്കുന്നതിന് 25 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ഒരിക്കൽ അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, നീ എനിക്ക് എന്ത് തരും? എനിക്കുള്ള എല്ലാറ്റിനും അവകാശി ദമ്മേശക്കാരനായ എലയാസറ. അബ്രഹാമിനെ മുറ്റത്തെ കൊണ്ടുവന്നിട്ട് ദൈവം പറഞ്ഞു, നീ മുകളിലേക്ക് നോക്ക്, നക്ഷത്രത്തെ എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണ, നിന്റെ സന്തതിയെ ഞാൻ ഇവണ്ണമാക്കും. അന്ന് മുതൽ ഭക്തൻ്റെ പ്രാർത്ഥനാ ശൈലിക്കൊരു മാറ്റം വരുത്തി. റോമാലേഖനം 4:18-19-20 വാക്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാ: അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. എന്താ മഹത്വം കൊടുക്കാൻ കാരണം? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ. സ്തോത്രം. ലേവിനോട് ദൈവം ഒരു ഉടമ്പടി ചെയ്തിരുന്നു. എന്താ ഉടമ്പടി? പകലിനോടുള്ള എൻ്റെ നിയമത്തിന് മാറ്റമില്ലെങ്കിൽ, രാത്രിയോടുള്ള എൻ്റെ നിയമത്തിന് മാറ്റമില്ലെങ്കിൽ നിനക്കെൻ്റെ മുൻപാകെ നിൽപ്പാൻ ഒരു ആൺ തലമുറ ഇല്ലാതെ വരത്തില്ല. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നവന്റെ കുടുംബത്തിൽ അനന്തരാവകാശി ഉണ്ടാകാതെ വണ്ണം ബ്രേക്ക് ചെയ്തിരിക്കുന്നതായ എല്ലാ പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ തുറന്നു വരട്ടെ. സ്തോത്രം. അടയപ്പെട്ട ചില അവയവങ്ങളുടെ മേൽ, ഇന്റേണൽ ഓർഗൻസിന്റെ മേൽ ഹല്ലേലൂയ, ജനിക്കുന്ന തലമുറകളെ ഇല്ലാതാക്കുന്ന, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വൈകല്യങ്ങൾ ഉണ്ടാക്കി നശിപ്പിച്ചു കളയുന്ന, ദേശം, ഗർഭനാശം, വെള്ളം, ചീത്തയെന്ന് പറയത്തക്ക നിലയിൽ ഉരുവാകുന്നതിനെ നശിപ്പിച്ചു കളയുന്ന, ഹല്ലേലൂയ, ഭവനങ്ങളോടുള്ള ബന്ധത്തിൽ അവകാശം പറയുന്ന എല്ലാ കുടിപ്പകയുടെ ദുരാത്മാവിനെയും യേശുവിൻ്റെ നാമത്തിൽ, ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ദൈവം തന്നിരിക്കുന്ന അധികാരത്തിൽ ഉടമനാറകൽക്കാന തലമുറകളില്ലാതെ വണ്ണം, സ്തോത്രം, എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപവസിച്ചിട്ടും ഹല്ലേലൂയ അടുത്തൊരു തലമുറയുടെ കരങ്ങളിൽ ദൈവവചനം കൊടുക്കുവാൻ കഴിയാതെ വണ്ണം ബന്ധിക്കപ്പെട്ടിരിക്കുന്നതായ തലമുറകളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ചിലതിന്റെ ഹീനതകൾ ദൈവം മാറ്റുകയാണ്. ജീസസ്. ഹല്ലേലൂയ. ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വാര്യാപുരത്തേക്ക് കടന്നുപോയി. ഒരു മീറ്റിങ്ങിൽ ഉച്ചകഴിഞ്ഞ സെഷനിൽ അവിടെ ഒരു സഹോദരി ഇരുന്നു. ദൈവാത്മാവിനോട് പറഞ്ഞു, ഹല്ലേലൂയ, നിനക്ക് ഞാനൊരു ആൺതലമുറയെ തരുവാൻ പോവുകയാണ്. സ്തോത്രം. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റർ ചോദിച്ചു, ഈ സഹോദരി അറിയാം? ഞാൻ പറഞ്ഞ അറിയില്ല. ഹല്ലേലൂയ. കുടുംബജീവിതം ആരംഭിച്ചിട്ട് 10 വർഷത്തിലധികമായി തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ കിട്ടിയിട്ടില്ല. എന്നാൽ ഞാനൊരു കാര്യം പറയാം. ഹല്ലേലൂയ. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവം ആ സഹോദരിയോട് മനസ്സലിഞ്ഞു. ഒരു മകനെ ദൈവം നൽകി. അവൻ്റെ പേര് നെഹമ്യാവെന്നാണ് ഇട്ടിരിക്കുന്നത്.
ഹല്ലേലൂയ. ഇന്ന് പകൽ അതേ നിയോഗത്തിൽ ഞാൻ ഇതിനകത്ത് വിളിച്ചു പറയുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ അനന്തര തലമുറ ജനിക്കാതെ വണ്ണം തടയുന്ന ഇരുട്ടിൻ്റെ ശക്തികളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇരുട്ടിൻ്റെ ആധിപത്യങ്ങളുടെ മേൽ വാഗ്ദത്ത സന്തതി ജനിക്കാതെ വണ്ണം ദൈവത്താൽ യോജിപ്പിക്കപ്പെട്ട ജീസസ്, സ്തോത്രം. ഒരിക്കലൊരു സഹോദരി ഇതുപോലുള്ള ഒരു ആരാധനയിൽ ദൈവത്തോട് പറഞ്ഞു, എനിക്കൊരു ആൺതലമുറയെ തന്നാൽ ഞാൻ അവനെ നിനക്കായി വളർത്താം. ഒരു കുഞ്ഞ് ജനിച്ചു, പ്രീമച്ചുറാണ്. ആ കുഞ്ഞ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പെട്ടെന്ന് തന്നെ അറിയിച്ചു. ഞാൻ അവിടെ ഓടി ചെല്ലുകയാണ്. കയറി ചെന്നപ്പോൾ എനിക്കറിയില്ല, വാതിലുകൾ എനിക്ക് തുറന്നു തരികയാണ്. വിദേശ രാജ്യത്താണ്. പെട്ടെന്ന് നിയോഗത്തിൽ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇത് ജഡവും കൂടെ ചേർന്ന് ജനിച്ച തലമുറയല്ല, ഇത് വാഗ്ദത്തം ചുമക്കുന്ന തലമുറയാണ്. ഇവനെ ശത്രു അപഹരിക്കാൻ പാടില്ല. ആ കുഞ്ഞിൻ്റെ മേൽ കരം വെച്ച് പ്രാർത്ഥിക്കാൻ ദൈവം അവസരങ്ങൾ നൽകി ഇന്നും ആയുസ്സോടുകൂടെ നിൽക്കുകയാണ്. എനിക്ക് ദൈവം തരുന്ന നിയോഗത്തെ ഞാൻ വിളിച്ചു പറയുന്നു. പ്രിയ പാസ്റ്റർ നിയോഗത്തിലാണ് ഉപവാസ പ്രാർത്ഥന വെച്ചത്. ഇതിനകത്ത് അസാധാരണമായ ചില ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോവുകയാണ്. ചില കുടുംബങ്ങളുടെ മേൽ ശത്രു വിട്ടിരിക്കുന്ന ചില തടസ്സങ്ങൾ ചോദ്യചിഹ്നമായി അസാധ്യമെന്ന് പറയത്തക്ക നിലയിൽ, സ്തോത്രം, ഹല്ലേലൂയ, അസാധ്യമെന്ന് പറയത്തക്ക നിലയിൽ ഒരിക്കലൊരു, ഞാൻ ഈ അനുഭവം പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി പറയുന്നതിന് വേണ്ടി മാത്രമാണ്. സൈക്കാട്രിസ്റ്റായിട്ട് എനിക്ക് വളരെ പരിചയമുള്ള ഒരു ഡോക്ടർ, ഞാൻ പേര് പറയുന്നില്ല, ഹല്ലേലൂയ, ടി വിയിലൊക്കെ എപ്പോഴും കടന്നു വരുന്ന ആളാണ്. ഞാൻ കുറ്റപ്പുഴയായിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ കടന്നു വന്നു. ദൈവാത്മാവിനോട് പറഞ്ഞു, ഉദരത്തിൽ ഉരുവായിക്കുന്നത് വൈകല്യമുള്ളതാണ് എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് അബോർഷൻ നടത്തണമെന്നുള്ള ചിന്ത വന്നിരിക്കുന്ന, പക്ഷേ അങ്ങനെ ചെയ്യരുതെന്ന് പറയേ, ഞാനാണ് ഉരുവാക്കിയതെങ്കിൽ ഊനമില്ലാതെ ഞാൻ പുറത്തു കൊണ്ടുവരുന്നവനാണ്. സൈക്കാട്രിസ്റ്റാണ്, ഹസ്ബൻഡും ഡോക്ടറാണ്. സ്തോത്രം. അവർ വീട്ടിൽ വിളിച്ചു ചോദിച്ചു, എൻ്റെ കാര്യം വല്ലതും പാസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. അമ്മ പറഞ്ഞ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും അറിയത്തില്ല, ഇങ്ങനെ വരുന്ന കാര്യം എനിക്കറിയില്ല. സ്തോത്രം. ഒരിടത്ത് പോയി മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞ് ഉരുവാകുന്ന തലമുറ ന്യൂനതയുള്ളതാണ്, അതിനെ നശിപ്പിക്കണമെന്നുള്ള വാക്ക് കേട്ടിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഡോക്ടർ പറഞ്ഞതിനേക്കാൾ ദൈവം പറഞ്ഞത് അവർ ഏറ്റെടുക്കുവാനിടയായി. ഞാൻ ആ ഡോക്ടർ വീട്ടിൽ പലപ്പോഴും പോകാറുണ്ട്. ഷോക്കേസിൽ ഇന്ന് ആ കുഞ്ഞിനൊരു 10 വയസ്സ് കാണും. എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഇന്ന മോൾക്ക് കിട്ടിയ, അവൾ സ്കൂളിലെ കലാതിലകമാ, പ്രൈസ് ദി ലോർഡ്, ബുദ്ധി വൈകല്യമുള്ളതാ ജനിക്കുന്നെന്ന് പറഞ്ഞ ഇടത്ത് സ്വർഗത്തിലെ ദൈവം വൈകല്യം മാറ്റി പുറത്തു കൊണ്ടുവരുവാനിടയായി. ഉഡാ മനാ രഗൽഖാന. ഞാനിത് വെറുതെ ഇവിടെ വിളിച്ചു പറയുന്നതല്ല, ദൈവം തരുന്ന നിയോഗത്തിൽ വിളിച്ചു പറയുന്നു. ഇല്ലാത്തതിനെ ഉരുവാക്കുന്ന ദൈവം, പണ്ടുള്ളവയെ നീ ഓർക്കേണ്ട, ഇപ്പോഴുള്ളവയെ നീ നിരൂപിക്കേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുകയാണ്. സ്തോത്രം. ഈ സഭയ്ക്കകത്ത് പുതിയത് ദൈവം ചെയ്യുന്നു. പുതിയ ഹൃദയം, പുതിയ എണ്ണ, പുതിയൊരു അഭിഷേകം, പുതിയ ചില ദൈവപ്രവൃത്തി. ജീസസ്, ഹല്ലേലൂയ. സാത്താൻ്റെ 4-ാമത്തെ പ്രവൃത്തി 1 തെസ്സലോനിക്കർ 2:18 പൗലോസ് പറയുന്നു, പൗലോസായ ഞാൻ നിങ്ങളുടെ അരികിൽ വരാൻ 1-2 വട്ടം വിചാരിച്ചു, സാത്താൻ ഞങ്ങളെ എന്ത് ചെയ്തു? തടഞ്ഞു. ദൈവഹിതപ്രകാരമുള്ള യാത്രയെ തടയാൻ അവൻ ശ്രമിക്കും. ഒരു യാത്രയെക്കുറിച്ച് ദൈവം നിയോഗം തന്നാൽ ഈസിക്ക് നിറവേറുമെന്ന് ചിന്തിക്കരുത്. ആ വ്യക്തി ദൈവം പറഞ്ഞ ഇടത്ത് ചെന്നാൽ ചില കുടിയിരിപ്പുകൾ ഇളകുമെന്ന് കണ്ടാൽ ആ യാത്രയെ തടയാൻ പിശാച് ശ്രമിക്കും. ഹല്ലേലൂയ. എന്നാൽ ദൈവമാണ് നിയോഗം തന്നതെങ്കിൽ നിർത്താമെന്ന് പറഞ്ഞവൻ നിർത്തേണ്ട ഇടത്ത് നിർത്തുക തന്നെ ചെയ്യും. പൗലോസിനോട് ദൈവം പറഞ്ഞു, നീ റോമയിൽ എന്നെ സാക്ഷിക്കും. യെരുശലേമിൽ വെച്ചാണ് പറയുന്നത്. 40 പേര് കൂടി അവരൊരു വ്രതമെടുക്കുക, വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. ഇവനെ ഒടുക്കിയിട്ടല്ലാതെ ഞങ്ങൾ ഭക്ഷണം കഴിക്കത്തില്ല. ഹല്ലേലൂയ. എന്നാൽ അവരുടെ ശബദം അവിടെ കിടന്നതേ ഉള്ളൂ. ഭക്തനെ നിർത്തേണ്ടിടത്ത് ദൈവം നിർത്തി. സ്തോത്രം. ഒരു സൈഡിൽ ശബദം കിടക്കുമ്പോൾ രാജകീയ രഥത്തിലൊരു യാത്ര ഒരുക്കുകയാണ്. രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ.
ദൈവഹിതപ്രകാരമുള്ള യാത്രയെ തടയാൻ ശ്രമിക്കും. ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയെ തടയാൻ ശ്രമിക്കും. ദൈവഹിതപ്രകാരമുള്ള ആത്മാക്കൾ വരാതിരിക്കാൻ തടയാൻ ശ്രമിക്കും. ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിർത്തേണ്ടത് ആവശ്യമാണ്. പൗലോസ് പാംഫോസ് എന്ന് പറയുന്ന സ്ഥലത്ത് കടന്നു ചെന്നപ്പോൾ യേശു എന്ന് പറയുന്ന എലിമാസ് എന്ന് പറയുന്ന വിദ്വാൻ, സെർഗിയോസ് പൗലോസ് എന്ന് പറയുന്ന ബുദ്ധിമാനായ ഗവർണറോടുകൂടെ പാർത്തു വരികയാണ്. പൗലോസിനെ വരുത്തി വചനം കേൾക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഈ എലിമാസ് എന്ന് പറയുന്ന മന്ത്രവാദി ഈ ഗവർണറുടെ വിശ്വാസം തടുത്തു കളയാൻ ശ്രമിക്കുമ്പോൾ പൗലോസ് പുറകോട്ട് പോകല്ല, ആത്മാവിൻ്റെ പൂർണ്ണതയിൽ അവനെ നോക്കി. ഹേ സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, ദൈവത്തിൻ്റെ നേരായിട്ടുള്ള വഴി മറിച്ച് കളയുന്നത് നീ മതിയാക്കുന്നില്ലയോ എന്ന് ആത്മാവിൻ്റെ നിറവിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തടഞ്ഞവൻ്റെ മേൽ ദൈവം അന്ധത അയക്കുവാനിടയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസൂയ നിമിത്തം പറഞ്ഞ കെട്ടിയ ചില കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഇവിടെ അഴിയുവാനിടയാകട്ടെ. അസൂയ നിമിത്തം ജയം ഉടമന രകൽഖാന വിഗതന ജഗ രകക്ഷന്തര. അസൂയ നിമിത്തം ദുർനാവുകളിൽ നിന്ന് വന്ന പൈശാചികമായ വാക്കുകൾ നിമിത്തം തടയപ്പെട്ട ചില വിഷയങ്ങൾ, ചില യാത്രകൾ, ചില ഉദ്ധാരണങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് വെളിപ്പെടട്ടെ അതിന്റെ പൂർണ്ണതയിൽ. ജീസസ്, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ചിലയിടത്ത് ചെന്നാൽ ചില കുടിയിരിപ്പ് ഇളകേണ്ടി വരുമെന്ന് മനസ്സിലാക്കി പിശാചി കഴിവുള്ളിടത്തോളം യാത്രയെ തടയാൻ ശ്രമിക്കും. സ്തോത്രം. യേശു കർത്താവിനെ വഹിച്ചുകൊണ്ട് പടകേറി അക്കരയ്ക്ക് പോവുക. ശിഷ്യന്മാർ പാട്ടൊക്കെ പാടിയാ വന്നത്, കാരണം കർത്താവ് കൂടെ ഉണ്ടല്ലോ, പെട്ടെന്നങ്ങ് ചെല്ലുമല്ലോ. എന്നാൽ പെട്ടെന്ന് ചെന്നില്ല. ഹല്ലേലൂയ. 6000-ലധികം ഭൂതം ബാധിച്ച ഒരു മനുഷ്യനെ വിടുവിക്കാനാണ് ചെല്ലുന്നത്. സ്തോത്രം. അങ്ങേക്കരയിൽ ശുശ്രൂഷയുണ്ട്. ഹല്ലേലൂയ. തീരത്തോടടുത്തപ്പോൾ ഒരുത്തൻ അലറിക്കൊണ്ട് വരിക, ദാവീദ് പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ ഹല്ലേലൂയ ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞയക്കാനാണോ നീ കടന്നു വരുന്നത് എന്ന് പറയുമ്പോൾ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക, അവനിലുള്ള ഭൂതത്തോട് അവനെ വിട്ടുപോകാൻ കർത്താവ് കൽപ്പിച്ചിരുന്നു. എപ്പോഴാണ് കൽപ്പിച്ചത്? അക്കരയ്ക്ക് വരാൻ തുടങ്ങുമ്പോൾ കർത്താവ് പറയുക, ഞാൻ ഇവരുമായിട്ട് അക്കരയ്ക്ക് വരുന്നുണ്ട്, ഇനിയും അവനെ കല്ലറയിൽ പാർപ്പിക്കാൻ നിനക്ക് പറ്റത്തില്ല. നാളുകളായി നീ അവിടെ കൂടിയിരിക്കുന്നുണ്ടായിരിക്കാം, ഇവരുമായിട്ട് ഞാൻ വരുന്നത്, നിനക്ക് അവിടുന്ന് ഒരു യാത്രയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു നിമിഷം എല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായി തലകളെ ദൈവത്തിന് വണക്കാം. ഹല്ലേലൂയ. നിയോഗപ്രകാരമുള്ള യാത്രയെ തടയുന്ന, നിയോഗപ്രകാരമുള്ളതായ പ്രാർത്ഥനയെ തടയുന്ന, നിയോഗപ്രകാരമുള്ളതായ പ്രവർത്തനങ്ങളെ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, ആയുധങ്ങൾ കൊണ്ട്, ആശയങ്ങൾ കൊണ്ട് തടയാൻ ശ്രമിക്കുന്ന പൈശാചിക മേഖലകളുടെ മേൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ സമ്പൂർണമായ അഴിവ് ദൈവം കൽപ്പിച്ച് യോസഫിൻ്റെ കൈ കൊട്ടവിട്ടൊഴിഞ്ഞതുപോലെ വ്യക്തികൾ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെടുവാനിടയാകട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് അല്പസമയങ്ങൾ ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ഈ ആരാധനയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഞാൻ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ മാത്രമാണ്, എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന മഹാദൈവമാണ്, മഹാദൈവത്തിന്റെ വചനമാണ് ഇവിടെ പ്രഘോഷിക്കുവാനിടയായത്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ചേർന്നൊരു പാട്ടുപാടി ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടട്ടെ. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിയോഗമുണ്ട്. നാളുകളായി തലമുറകളില്ലാതെ, നാളുകളായി മുൻപോട്ട് ചുവടുകൾ വയ്ക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ചില പ്രിയപ്പെട്ടവർ, സ്റ്റക്കായിരിക്കുന്നവർ, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറാതെ വണ്ണം തെറ്റായ നിലപാടുകൾ എടുപ്പിച്ച് അവിവേക പ്രവൃത്തികൾ ചെയ്യിക്കുവാൻ വേട്ടയാടുന്ന വേട്ടക്കാരന്റെ കണിയിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾ വ്യക്തികളിൽ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. പിശാചിന്റെ പ്രവൃത്തികൾ അഴിഞ്ഞു മാറട്ടെ.